നമസ്കാരം. ശശി തരൂർ വീണ്ടും വിവാദ നായകനാകുന്നു. കോൺഗ്രസ് നയങ്ങളെ വഴിയിൽ ഉപേക്ഷിക്കുന്ന നിലപാട് പാടില്ല എന്ന ഹൈക്കമാൻഡ് ശാസന ഒരിക്കൽ കൂടി തരൂർ ധിക്കരിച്ചിരിക്കുന്നു. റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രി എന്ന മോദി സ്തുതി BJP വ്യാപകമായി പ്രചരിപ്പിക്കുമ്പോഴും പതിവ് പോലെ തരൂർ തന്റെ ന്യായം നിരത്തി. ഞാൻ ഭാരതം പീസ് കീപ്പിംഗിൽ സമാധാന സുരക്ഷത്തിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഉറപ്പം നമ്മൾ പറഞ്ഞാൽ നമ്മളുടെ രാജ്യത്ത് റഷ്യയും യുക്രൈൻ രണ്ട് രാജ്യങ്ങളൊപ്പം ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അനുസരിച്ച് എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു റിക്വസ്റ്റ് വന്നാൽ ഇന്ത്യക്ക് പങ്കെടുക്കാൻ സാധിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡ് അങ്ങനെ ആയിരുന്നില്ല. കാരണം ഞാനാണ് പറഞ്ഞത് UN ചാർട്ടറും സ്റ്റേറ്റ് സോവറിറ്റിയും ഈ ബോർഡേഴ്സിനെ വയലേറ്റ് ചെയ്തതും ഇതൊക്കെ നമ്മൾ റഷ്യയുടെ എതിരെ നിൽക്കുന്നു. അപ്പോൾ റഷ്യയുടെ എതിരെ നിൽക്കാത്ത കാര്യം രണ്ട് ഭാഗത്തും നല്ല സമ്പർക്കമുണ്ട്, അത്രയേ ഉള്ളൂ. ഇത് വലിയൊരു അതിശയമുള്ള കാര്യം. ഞാൻ ഒരു ഭാരതീയനായിട്ട് സംസാരിച്ചൊരു വിഷയമാണ്, പക്ഷെ ഇതിൽ രാഷ്ട്രീയം ഞാൻ കാണുന്നില്ല കേട്ടോ. കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എന്ന നിലയിലെ ഉത്തരവാദിത്വത്തെ കാറ്റിൽ പറത്തിയും ഹൈക്കമാൻഡ് മുന്നറിയിപ്പുകളെ മറികടന്നുമുള്ള തരൂരിന്റെ ഈ പോക്ക് ദേശീയ തലത്തിൽ കോൺഗ്രസിനെ വെട്ടിലാക്കുന്നുണ്ട്. ഞാനത് കേട്ടിട്ടില്ല, ഞാനത് വിലയിരുത്തിയിട്ടില്ല. അത് മാത്രമല്ല, അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് പാർട്ടി വിലയിരുത്തി പാർട്ടിന്റെ ഭാഗത്ത് നിന്ന് അതിന് നേരെയുള്ള ഒരു പ്രതികരണം ഉണ്ടാവും. ഒരുപാട് വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളാകുമ്പോൾ ആവർത്തിക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കപ്പെടും, സ്വാഭാവികമാണ്. തരൂർ മോഡൽ രാഷ്ട്രീയ പ്രതികരണങ്ങളിൽ അസ്വസ്ഥരാകുന്ന പാർട്ടി നേതാക്കളെ ആശ്വസിപ്പിക്കാനായെങ്കിലും നേതൃത്വത്തിന് നടപടിയെടുക്കേണ്ടി വരില്ലേ? ഇനിയും തിരുത്താത്ത ഡോക്ടർ തരൂരിനെ കോൺഗ്രസ് പാർട്ടി എന്തു ചെയ്യും? എൻകൗണ്ടർ പ്രൈം പരിശോധിക്കുന്നു. പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധികൾ പങ്കെടുക്കുന്നില്ല. ഈ ചർച്ചയുടെ ഭാഗമാകാൻ കോൺഗ്രസ് പ്രതിനിധികളെ നൽകുന്നില്ല എന്നാണ് അറിയിച്ചത്. UDFനെ പ്രതിനിധീകരിച്ച് ശ്രീ പ്രിൻസ് ലൂക്കോസ് നമ്മളോടൊപ്പം ഉണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ. CPIM പ്രതിനിധി ശ്രീ A സമ്പത്ത്, അതോടൊപ്പം BJPയുടെ ശ്രീ VV രാജേഷ്, മാധ്യമ പ്രവർത്തകൻ, കോൺഗ്രസ് രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ശ്രീ N ശ്രീകുമാർ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ നമ്മളോടൊപ്പം ഉള്ളത്. ശ്രീ VV രാജേഷ്, രാജ്യത്തെ പ്രധാനമന്ത്രിയെ റഷ്യ യുക്രൈൻ വിഷയത്തിൽ സ്വീകരിച്ച നിലപാടുകളുടെ പേരിൽ, നടപടികളുടെ പേരിൽ ഭാരതീയൻ എന്ന നിലയിൽ അംഗീകരിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയാതീതമായുള്ള ഒരു സമീപനമായി കാണണം, അങ്ങനെയാണ് താൻ പറഞ്ഞത് എന്ന് ഡോക്ടർ തരൂർ വിശദീകരിക്കുമ്പോഴും പ്രധാനമന്ത്രിക്ക് ലഭിച്ച ഈ അഭിനന്ദനത്തെ, ഈ ആശംസയെ ഒക്കെ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടുകൂടി കൈകാര്യം ചെയ്യാനാണ് BJP ശ്രമിക്കുന്നത്. തരൂരിൽ നിന്ന് BJPക്ക് അനുകൂലമായ ഒരു നീക്കമുണ്ടായി എന്നാണോ കരുതുന്നത്? അങ്ങനെ വ്യാഖ്യാനിക്കാനാണോ BJP ശ്രമിക്കുന്നത്? കാരണം ശശി തരൂരിന്റെ നരേന്ദ്രമോദി സ്തുതി യഥാർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റടിയാണ് എന്നാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രതികരിച്ചത്. ഗോപി, ഒരു കാര്യം ഞാൻ തുടക്കത്തിൽ തന്നെ പറയാം. ശ്രീ ശശി തരൂർ BJPയിൽ ചേരാൻ വേണ്ടി താല്പര്യം പ്രകടിപ്പിക്കുകയോ BJP അങ്ങനെ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയോ ചെയ്തു എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ചർച്ച മുന്നോട്ട് പോകണ്ട. കാരണം അത്തരത്തിലൊരു കാര്യം നടന്നിട്ടില്ല, ഈ നിമിഷം വരെ നടന്നിട്ടില്ല. എന്നാൽ ഓരോ ദിവസവും നരേന്ദ്രമോദിയുടെ നയങ്ങൾക്ക് ഏറി വരുന്ന ഒരു പിന്തുണയുണ്ടല്ലോ. ഇന്ന് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞല്ലോ, രാഹുൽ ഗാന്ധി ഒഴികെ കോൺഗ്രസ്സിലുള്ള ഏറെക്കുറെ എല്ലാവർക്കും ഈ കാര്യം മനസ്സിലായി എന്ന്. അതായത് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ കാര്യങ്ങൾ നിരീക്ഷിക്കുന്ന ശ്രീ ശശി തരൂരിനെ പോലൊരു വ്യക്തിക്ക് മറിച്ച് എങ്ങനെയാണ് ഒരു അഭിപ്രായം പറയാൻ സാധിക്കുന്നത്? ഇത് വസ്തുതയല്ലേ? അപ്പോൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട സമ്പത്ത് മുൻ MP ഇവിടെ ഉണ്ട്. ഞാൻ ആദ്യം 2014 തന്നെ ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുമ്പോഴേക്കും CPMൻ്റെ വളരെ മുതിർന്ന നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന CPM നേതാവ് CITUവിൻ്റെ നേതാവ് കൂടിയായിട്ടുള്ള ശ്രീ ആനത്തലവട്ടമൊക്കെ അന്ന് വളരെ സജീവമായിട്ട് ചാനൽ ചർച്ചകൾ പരസ്പര ബഹുമാനത്തോടെ ഞങ്ങൾ സംസാരിക്കുമായിരുന്നു. അപ്പോൾ CPMൻ്റെ നേതാക്കന്മാർ ഉൾപ്പെടെ ചോദിച്ചിരുന്നു, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയല്ലേ, നരേന്ദ്രമോദി എന്തിനായി വിദേശ രാജ്യങ്ങളിലൊക്കെ ഇങ്ങനെ പോകുന്നു, ഇന്ത്യയിൽ നിന്ന് ഭരിക്കാനായിട്ട് അദ്ദേഹത്തിന് സമയമില്ലേ എന്ന് ചോദിച്ചിരുന്നു. പക്ഷേ ഇന്ന് ലോകം മനസ്സിലാക്കുന്നു, ഇന്ന് ഭാരതം മനസ്സിലാക്കുന്നു, അന്ന് അദ്ദേഹം വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് യാത്ര ചെയ്തത് നമുക്ക് വിദേശ രാജ്യങ്ങളെ ഏതൊക്കെ തരത്തിൽ ഇന്ത്യയിലുള്ള റിസോഴ്സ് ഉപയോഗിച്ച് സഹായിക്കാൻ സാധിക്കും എന്ന് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അവരുമായുള്ള ബന്ധം ദൃഢപ്പെടുത്താനുമായിരുന്നു. ഒരുപാട് രാജ്യങ്ങൾക്ക്, ആദ്യം ബംഗ്ലാദേശിനായിരുന്നു ജലവൈദ്യുത പദ്ധതി ഉൾപ്പെടെ, അങ്ങനെ നമ്മൾ
കൈ അയച്ച് നമ്മളെ കൊണ്ട് സാധിക്കുന്ന തരത്തിൽ അങ്ങോട്ട് അവരെയൊക്കെ തന്നെ പലതരത്തിൽ സഹായിച്ചു, അവരുടെ രാജ്യത്തുള്ള പ്രവാസികളെ സഹായിച്ചു. സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള ബന്ധം ഉരുത്തിരിഞ്ഞു വന്നപ്പോൾ ഭാരതത്തിൻ്റെ സംസ്കാരവും ഭാരതത്തിൻ്റെ ഭരണാധികാരികളുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വിനയവും ആ ഒരു അക്കോമഡേറ്റീവ് മെൻറ്റാലിറ്റിയും ഒക്കെ തന്നെ ലോകരാഷ്ട്രങ്ങൾ തിരിച്ചറിഞ്ഞു. തീർച്ചയായിട്ടും അപ്പോൾ അവർ ആഗ്രഹിക്കുന്നു. പാകിസ്ഥാനിലെ ഒരു കുട്ടി, അവിടെ യുദ്ധം നടന്ന സമയത്ത് പാകിസ്ഥാനിലെ ഒരു കുട്ടി പറഞ്ഞല്ലോ, എനിക്ക് പാകിസ്ഥാനിൽ എത്താൻ വേണ്ടി സാധിച്ചത് ഭാരതത്തിൻ്റെ ദേശീയ പതാക ഞങ്ങളുടെ വാഹനത്തിൻ്റെ മുകളിൽ പാർപ്പിച്ചതുകൊണ്ടാണെന്ന് പാകിസ്ഥാനിൽ പോയിട്ടൊരു കുട്ടി പറയുകയും അവിടെ ഫോർ ആൻഡ് എഗൻസ്റ്റ് നരേന്ദ്രമോദി ഡിസ്കഷൻസ് പാകിസ്ഥാൻ്റെ പാർലമെൻറ്റിൽ ഉണ്ടായതായിട്ട് ഞാൻ ചില വാർത്തകൾ കണ്ടു. അപ്പോൾ ഇതൊരു വസ്തുതയാണ്. ഇതൊരു വസ്തുതയായിരിക്കെ ശശി തരൂർ കോൺഗ്രസ്സാണ്, കോൺഗ്രസിൻ്റെ MP ആണെന്നുള്ളത് അവിടെ നിൽക്കട്ടെ. പക്ഷേ ഇൻ്റർനാഷണൽ ലെവലിൽ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ വിലയിരുത്തുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ പറയാതിരിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ എത്ര കാലം പിടിച്ചു നിർത്തുവാൻ സാധിക്കും? ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒക്കെ തന്നെ നിരവധി നേതാക്കന്മാരും പ്രവർത്തകരുടെയും ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ അത് വോട്ടായിട്ട് പ്രതിഫലിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിയുടെ ഈ സ്വീകാര്യത ഇനിയും കൂടിക്കൊണ്ടിരിക്കും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഈ പിന്തിരിപ്പൻ നിലപാട് ശശി തരൂരിനെ പോലെ നൂറുകണക്കിന് ആൾക്കാരെ കോൺഗ്രസിൽ നിന്നും അകലാൻ വേണ്ടി, ഒരുപക്ഷെ അവർ കോൺഗ്രസ് പാർട്ടി തന്നെയായിരിക്കും കോൺഗ്രസിൻ്റെ ചിഹ്നത്തിൽ വീണ്ടും മത്സരിക്കും, പക്ഷേ മാനസികമായിട്ട് കോൺഗ്രസിനെ, ഈ ഭാരതത്തെ മുഴുവനും പിന്നോട്ടടിക്കുന്ന ഈ നിലപാടിൽ നിന്ന് അകറ്റും. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് എന്താ സംസ്ഥാന അധ്യക്ഷൻ ഇത്ര രൂക്ഷമായിട്ട് പറഞ്ഞത്? ഇത്തരത്തിൽ ശശി തരൂർ പറഞ്ഞതുപോലെ യുക്രൈന് വാളെടുത്ത് പരസ്പരം തകർക്കാൻ വേണ്ടി നിൽക്കുന്ന റഷ്യയ്ക്കും യുക്രൈനും പോലും കോമൺ ആയിട്ട് സ്വീകാര്യനായിട്ടുള്ള നരേന്ദ്രമോദിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിദേശ രാജ്യത്ത് എവിടെ പോയാലും നാഴികയ്ക്ക് 40 വട്ടം നാവെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ തേജോവധം ചെയ്യാനല്ലേ രാഹുൽ ഗാന്ധി സമയം കണ്ടെത്തുന്നു. അപ്പോൾ അത് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ മുഖത്തേറ്റ തിരിച്ചടിയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നുകിൽ തിരുത്തേണ്ടി വരും, അല്ലെങ്കിൽ അവർ പറയാതെ തന്നെ അവരുടെ നേതാക്കന്മാർ നരേന്ദ്രമോദിക്ക് അനുകൂലമായി അണികളും നാളെ മുതലുള്ള ദിവസങ്ങളിൽ പുറത്തു വരും. ശ്രീ എൻ ശ്രീകുമാർ, പലപ്പോഴും ഇതിനു മുൻപ് ശശി തരൂർ സത്യം വിളിച്ചു പറയുന്നു, എനിക്ക് എൻ്റെ വിലയിരുത്തലുകൾ, എൻ്റെ നിർദ്ദേശങ്ങൾ, അല്ലെങ്കിൽ എൻ്റെ ഒബ്സർവേഷൻസ്, എൻ്റെ നിരീക്ഷണങ്ങളൊക്കെ രാഷ്ട്രീയം നോക്കാതെ കാര്യങ്ങൾ ആര് നല്ല ചെയ്താലും അത് പറയുന്ന ഒരു സംസ്കാരം തനിക്കുണ്ട് എന്ന് ശശി തരൂർ നിരന്തരം പറയാറുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ വിവാദമായപ്പോൾ ഹൈക്കമാൻഡ് ശശി തരൂരിനെ വിളിച്ചതാണ്, ശാസിച്ചു എന്ന വിവരങ്ങൾ വന്നതാണ്. ഇനി കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങൾക്ക് വിരുദ്ധമായ ഒരു സമീപനം സ്വീകരിക്കരുത് എന്ന് കർക്കശമായ നിർദ്ദേശം അദ്ദേഹത്തിന് നൽകിയെന്ന വാർത്തകൾ പുറത്തു വന്നതാണ്. അതിനോട് സമരസപ്പെടുകയും അതിനോട് മയപ്പെട്ട് നിൽക്കുകയും ചെയ്തു തരൂർ എന്നൊക്കെയുള്ള വിവരങ്ങൾ വന്നിരുന്നു. അതിനുശേഷമാണ് ഈ മോദി സ്തുതി. ഇപ്പോൾ തന്നെ BJP അതൊരു വലിയ പ്രചാരണ ആയുധമാക്കി മാറ്റിയിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ, ഇനി വരാൻ പോകുന്ന മറ്റ് രാഷ്ട്രീയ സംഭവങ്ങളുടെയൊക്കെ വെളിച്ചത്തിൽ കോൺഗ്രസിനെ ദേശീയ തലത്തിൽ പ്രതിരോധത്തിലാക്കുന്നത് തന്നെയാണല്ലോ തരൂരിൻ്റെ ഈ പ്രസ്താവന. ഇതിൽ രാഷ്ട്രീയം കാണേണ്ടതില്ല എന്നൊരു ന്യായം കൊണ്ട് തരൂരിന് ഇത്തവണ രക്ഷപ്പെടാൻ കഴിയുമോ? ഹൈക്കമാൻഡിൻ്റെ നടപടിയിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു ന്യായം തരൂറിന് ഈ വിഷയത്തിലുണ്ടോ? നോക്കൂ ഗോപികൃഷ്ണൻ, ശ്രീ ശശി തരൂർ ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വലിയ ഗൗരവമൊന്നും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇത് കോൺഗ്രസിനെക്കുറിച്ചും നമ്മുടെ നാട്ടിൽ കോൺഗ്രസിനെക്കുറിച്ച്, കോൺഗ്രസ് ഉക്രൈൻ റഷ്യ ബന്ധത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസും ഇതുപോലത്തെ നിലപാടാണ് എടുത്തിട്ടുള്ളത്. കാരണം റഷ്യയോടും ഉക്രൈനോടും ആരോടും വലിയ അടുപ്പം കാണിക്കാതെ എന്നാൽ പ്രശ്നം തീരണമെന്നും അതുപോലെയുള്ള നടപടി തന്നെയാണ്, നയം തന്നെയാണ് കോൺഗ്രസ് എടുത്തിട്ടുള്ളത്. നെഹ്റുവിൻ്റെ കാലം മുതൽക്കുള്ള ഒരു ചേരിതേരാ നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. ഇപ്പോൾ UPA ഭരണകാലത്ത് തന്നെ അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആൻ്റണി ഉക്രൈനുമായിട്ടുള്ള ആ ഒരു കരാറും ബന്ധങ്ങളൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത് നരേന്ദ്രമോദിയുടെ ഒരു കഴിവാണ് എന്ന രീതിയിൽ ശശി തരൂർ പറഞ്ഞത് തെറ്റാണ്. കാരണം ശശി തരൂർ അങ്ങനെ പറയാൻ പാടില്ലാത്തതായിരുന്നു. കാരണം ഒന്നാമത്തെ കാര്യം, ഇത് ഒരു പുതിയ കാര്യമൊന്നുമല്ല, കോൺഗ്രസിൻ്റെ നയം തന്നെയാണ്. നരേന്ദ്രമോദി ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ ഉക്രൈനിലെയും റഷ്യയിലെയും ഈ കാര്യങ്ങളുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ കോൺഗ്രസ് നേതൃത്വത്തെയും ഇഷ്ടപ്പെടും. കാരണം കോൺഗ്രസിൻ്റെ നയം അങ്ങനെയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നരേന്ദ്രമോദിയുടെ നയമാണ് ശരിയെന്ന് പറയുന്നത്, അത് രാഷ്ട്രീയമില്ല എന്നതിൽ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ തൽക്കാലത്തേക്കുള്ള രക്ഷപ്പെടാനുള്ള ഒരു തന്ത്രമായിരിക്കും. കാരണം അദ്ദേഹം രാഷ്ട്രീയക്കാരനാണ്. അദ്ദേഹം രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ നയരൂപീകരണ സമിതിയായ വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. ഇനി അതുമാത്രമല്ല, പാർലമെൻറ്റിൽ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ് അദ്ദേഹം. നിസ്സാര പോസ്റ്റല്ലല്ലോ, വിദേശകാര്യ സമിതിയുടെ ചെയർമാനാണ്, ഇൻ്റർനാഷണൽ അഫയേഴ്സിൻ്റെ ചെയർമാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ പാർട്ടിയുമായിട്ട് ആലോചിക്കാതെ ഇങ്ങനെ പ്രധാനമന്ത്രിയെ പുകഴ്ത്തുന്നത് തെറ്റാണ്.
അത് കോൺഗ്രസ്സിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്, സംശയമില്ല. കോൺഗ്രസ് അതിന് തീരെ ഇഷ്ടപ്പെടാത്ത പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പ്രസ്താവന വന്നതിൻ്റെ തുരുതുരാ പ്രസ്താവനകൾ ബി ജെ പിക്കാരുടെ ഭാഗത്തു നിന്ന് വന്നു. അതിലെല്ലാവരും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, രാഹുൽ ഗാന്ധിക്കേറ്റടി. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, രാഹുൽ ഗാന്ധിയെ പ്രഹരിക്കാനായിട്ട് ശശി തരൂരിൻ്റെ അഭിപ്രായത്തെ അവർ ആയുധമാക്കുന്നു. ഇതിൽ ശശി തരൂർ ആയുധം കൊടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു എന്നാണ് ചിന്ത. സുരേന്ദ്രൻ പറഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ, അതുപോലെ കേരളത്തിലുള്ള കേന്ദ്രമന്ത്രി പറഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ. ഇന്ന് പ്രതികരിച്ച എല്ലാ BJP നേതാക്കളും പറഞ്ഞത് രാഹുൽ ഗാന്ധി ഒറ്റപ്പെടും. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന നമ്മുടെ സുഹൃത്ത് രാജേഷ് പറഞ്ഞതും രാഹുൽ ഗാന്ധിക്കെതിരെ. അപ്പോൾ ഇത് രാഹുൽ ഗാന്ധിക്കെതിരെയാണോ മല്ലികാർജ്ജുന ഖാർഗെക്കെതിരെയാണോ എന്നൊക്കെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. കോൺഗ്രസിൻ്റെ ഒരു നയത്തെക്കുറിച്ചല്ലേ നമ്മൾ സംസാരിക്കേണ്ടത്. അപ്പോൾ BJPക്ക് ആഗ്രഹം ഇത് നയത്തെക്കുറിച്ചല്ല, രാഹുൽ ഗാന്ധിക്കെതിരായ തിരിച്ചടി. അതിനവർ ശശി തരൂരിൻ്റെ പ്രസ്താവന ആയുധമാക്കും. രാഷ്ട്രീയമായിട്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല, ശശി തരൂരിനെ കുറ്റം പറയാൻ പറ്റില്ല. ശ്രീകുമാർ, അതൊക്കെ വളരെ സ്വാഭാവികമല്ലേ? അതായത് ഇങ്ങനെ ഒരു പ്രസ്താവന, അത് താങ്കൾ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ MP ആയ എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ കമ്മിറ്റിയിലെ ചെയർമാനായ ശശി തരൂർ നടത്തുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുക, അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ പരിശോധിക്കുക എന്നത് സ്വാഭാവികമാണ്. അതിനുള്ളൊരു അവസരം ഉണ്ടാക്കി കൊടുത്തു ഡോക്ടർ തരൂർ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്താണെങ്കിലും താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഈ വിഷയത്തിൽ മാത്രമല്ല, നേരത്തെ ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയുടെ ഘട്ടത്തിലും തരൂർ പറഞ്ഞത് അതിനെ പ്രശംസിക്കുകയും ഏറ്റവും നല്ല രീതിയിൽ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രിക്ക് കഴിഞ്ഞു എന്നുമാണ്. ഇനി യുക്രൈൻ റഷ്യ വിഷയത്തിൽ കോൺഗ്രസിൻ്റെ നയം തന്നെയാണ് തരൂർ പറഞ്ഞത് എന്ന് താങ്കൾ പറയുമ്പോഴും ഈ കേന്ദ്രത്തെ നേരത്തെ വിമർശിച്ചത്, കേന്ദ്രത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് തെറ്റായിപ്പോയി എന്നും ഇപ്പോൾ ഈ രണ്ട് രാജ്യങ്ങൾക്കും സ്വീകാര്യനായ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറിയെന്നും പീസ് കീപ്പിങ്ങിൻ്റെ കാര്യത്തിൽ ലോകസമാധാനത്തിന് വേണ്ടി ഇന്ത്യക്ക് കാര്യമായ സംഭാവനകൾ നൽകാൻ കഴിയുന്ന തരത്തിൽ ഇടപെടാൻ കഴിയുന്നു എന്ന് പറയുന്നത് ശരിയായ ഇൻ എ പ്ലെയിൻ മീനിങ് അതിൻ്റെ അർത്ഥം ഈ പ്രധാനമന്ത്രി അദ്ദേഹം അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നയനിലപാടുകളെ അംഗീകരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ഭരണ നൈപുണ്യത്തെ വാഴ്ത്തുന്നു എന്നതാണ്. പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് തരൂർ ചെയ്യേണ്ട കാര്യമാണോ ഇത് എന്നതാണല്ലോ പ്രശ്നം. ഇത് തരൂർ എല്ലാ തവണയും ചെയ്യുന്നത് പോലെ തന്നെ തുറന്ന മനസ്സിൽ നിന്ന് ഉണ്ടായിട്ടുള്ള അഭിപ്രായ പ്രകടനമായിട്ടാണോ കാണേണ്ടത്? അല്ല ഗോവിഷൻ, ഞാൻ പറഞ്ഞത് അതായത് ഈ വിഷയത്തിൽ വിദേശ നയത്തിൽ കോൺഗ്രസിനൊരു വിദേശ നയമുണ്ട്. ഈ കോൺഗ്രസിൻ്റെ വിദേശ നയം നെഹ്റുവിൻ്റെ കാലത്ത് രൂപപ്പെടുത്തിയതാണ്. നോക്കൂ, ആദ്യത്തെ കോൺഗ്രസ് ഇതര ഗവൺമെൻറ് മൊറാർജി ദേശായി പ്രധാനമന്ത്രി ആയപ്പോൾ അന്ന് വിദേശകാര്യമന്ത്രിയായത് AB വാജ്പേയി. അദ്ദേഹം അന്ന് ആ നെഹ്റുവിയൻ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ആ വിദേശ നയത്തെ അംഗീകരിച്ച ഒരാളാണ്. അപ്പോൾ അത്രയും വളരെ പരമപ്രധാനമായ പ്രസക്തമായൊരു വിദേശ നയത്തെ കോൺഗ്രസ് വർഷങ്ങളായിട്ട് കൊണ്ടു നടക്കുകയാണ്. ആ കാര്യം തുലനം ചെയ്യാനാണ് ഞാൻ ഈ യുക്രൈൻ റഷ്യ കാര്യം പറഞ്ഞത്. ആരോടും മമതയില്ല, യുദ്ധം അവസാനിപ്പിക്കണം, ആരോടും മമതയിൽ ഇതുള്ളതാണ്. പക്ഷേ ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ കൊണ്ടുവന്ന രീതിയിൽ ശശി തരൂർ അവതരിപ്പിച്ചതാണ് പ്രശ്നമായത്. ശശി തരൂർ അങ്ങനെ പറയാൻ പാടില്ല, തെറ്റാണെന്നാണ് ഞാൻ പറഞ്ഞത്. ശശി തരൂരിൻ്റെ അഭിപ്രായം കോൺഗ്രസിൻ്റെ അഭിപ്രായമായിട്ട് മാറില്ല. കാരണം കോൺഗ്രസിൻ്റെ അഭിപ്രായം ചേരിചേരാ വിഷയങ്ങളും വിദേശ നയവും വേറെയാണ്. മോദിയെ പുകഴ്ത്തലല്ലോ കോൺഗ്രസിൻ്റെ നയം. ശശി തരൂർ ഇത് മുമ്പ് മോദിയെ പുകഴ്ത്തി, അതിനുശേഷം കേരളത്തിലെ പിണറായി ഗവൺമെൻറ്റിൻ്റെ ചില നയങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇതെല്ലാം കഴിഞ്ഞ ശേഷം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ മെമ്പർ എന്ന നിലയ്ക്ക് അദ്ദേഹം ആവശ്യപ്പെട്ട പ്രകാരം കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തോട് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹം ഇത് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു എന്നിട്ട് രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത് നമുക്കത് വിശ്വസിക്കാൻ കഴിയില്ല. അത് തെറ്റായ പ്രവണതയാണ്. അത് മാത്രവുമല്ല, ശശി തരൂർ ഒരുപക്ഷെ അദ്ദേഹം കോൺഗ്രസിനേക്കാൾ കൂടുതൽ അദ്ദേഹം എപ്പോഴും ആഗ്രഹിക്കുന്നത് താനൊരു വിദേശകാര്യ നയത്തിൻ്റെ ഒരു പ്രാണേതാവ് എന്ന നിലയിലായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം ആദ്യം ചെയ്യേണ്ടത്, അദ്ദേഹം MP ആയിട്ടിരിക്കാൻ കുഴപ്പമില്ല, പാർലമെൻ്ററി അഫയേഴ്സ് കമ്മിറ്റിയിലെ ചെയർമാനായിട്ടിരിക്കാൻ ഇൻ്റർനാഷണൽ അഫയേഴ്സ് ചെയർമാനായിട്ടിരിക്കാൻ കുഴപ്പമില്ല. പക്ഷേ അദ്ദേഹം ആ വർക്കിംഗ് കമ്മിറ്റി സ്ഥാനത്ത് ഞാൻ മാറി നിൽക്കുകയാണ്. കാരണം എനിക്ക് ഇങ്ങനെ ചില സ്വതന്ത്രമായ അഭിപ്രായം ചില ഘട്ടങ്ങളിൽ പറയേണ്ടി വരും എന്ന് പറഞ്ഞ് മാറി നിൽക്കുക. കാരണം എന്താ വെച്ചാൽ അദ്ദേഹം 13 വർഷമായിട്ടേ രാഷ്ട്രീയത്തിൽ വന്നിട്ടുള്ളൂ. അദ്ദേഹത്തിന് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുമായിട്ടുള്ള ആത്മബന്ധമില്ല. അദ്ദേഹം കോൺഗ്രസുമായിട്ട് പ്രതിബദ്ധതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് ഞാൻ കാണുന്നില്ല. അദ്ദേഹം AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോഴും ഇതേ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം പിന്നെ കേരളത്തിൽ വന്നിട്ട് മലബാർ പര്യടനം നടത്തിയപ്പോഴും അതിനോട് പാർട്ടിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ അദ്ദേഹം ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ പാർട്ടി അദ്ദേഹത്തെ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറഞ്ഞുതരാം. മുൻകാലങ്ങളിൽ KR നാരായണനാണെങ്കിലും അരുൺ സിംഗ് ആണെങ്കിലും അരുൺ നെഹ്റു ആണെങ്കിലും നട്വർ സിംഗ് ആണെങ്കിലും മണിശങ്കരയ്യർ ആണെങ്കിലും നമ്മുടെ കേരളത്തിൽ S കൃഷ്ണകുമാർ ആണെങ്കിലും ഒക്കെ കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇവരൊക്കെ IAS ഉദ്യോഗസ്ഥന്മാരായിരുന്നു. ഇത് KR നാരായണൻ ഒഴിച്ച് മറ്റെല്ലാവരിൽ നിന്നും കോൺഗ്രസിന് വിമർശനം ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്.
അതുപോലെ ഇപ്പോൾ ശശി തരൂരിൽ നിന്ന് വിമർശനം കേൾക്കേണ്ടി വരുന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ഒരു നിലപാട് എന്താണെന്ന് വെച്ചാൽ വളരെ മിടുക്കന്മാരായ ആളുകൾ കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവരെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അവരെ ഉപയോഗപ്പെടുത്തുമ്പോൾ അവർക്ക് സ്ഥാനങ്ങൾ നൽകുമ്പോൾ അത് കോൺഗ്രസിന് വിനയാകുന്ന രീതിയിൽ അവർ പ്രവർത്തിക്കാൻ പാടില്ല. അത് കോൺഗ്രസ് പ്രവർത്തകരോടുള്ള ഒരു പ്രതിബദ്ധതയില്ലായ്മയായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് ഇന്ന് ശശി തരൂർ നടത്തിയ പ്രസ്താവന ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ മോശമായി പോയി. ഒരു കാര്യം ഗോപികൃഷ്ണൻ മനസ്സിലാക്കണം, ശശി തരൂരിൻ്റെ ഗ്രാഫ് ഉയരുകയാണോ താഴുകയാണോ എന്ന് അദ്ദേഹം ചിന്തിക്കണം. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം പാർട്ടിയുടെ പരമോന്നത സമിതിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം കോൺഗ്രസ് ചെയ്ത ഒരു നല്ല കാര്യം ഈ അടുത്ത കാലത്ത് ഞാൻ പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടില്ല. കോൺഗ്രസിൻ്റെ വിദേശകാര്യ നയത്തെ വാജ്പേയി അംഗീകരിച്ച കാര്യം അദ്ദേഹം പറയേണ്ടതില്ല. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് വർഷങ്ങളായി തുടർന്നു വരുന്ന ഒരു ചേരിതര നയത്തിൻ്റെ പാഠം ഉൾക്കൊണ്ട് ഉള്ള ഒരു BJP നയം നരേന്ദ്രമോദിയുടെ കാലത്ത് മാറിയതും, എന്നാൽ ഈ കോൺഗ്രസ് ഇക്കാര്യങ്ങളിൽ യുക്രൈൻ റഷ്യ യുദ്ധത്തിലെടുക്കുന്ന തീരുമാനങ്ങൾ അത് തന്നെയാണ് മോദി പിന്തുടരണം എന്ന രീതിയിലല്ലേ പറയേണ്ടത്. അതിന് പകരം ഞാൻ 2022 പറഞ്ഞ ആ എണ്ണ ഇറക്കുമതിയെക്കുറിച്ച് പറഞ്ഞാൽ തെറ്റായി പോയി എന്നൊക്കെ പറയുമ്പോൾ അതേ ഒരു BJPയുടെ ഒരു വക്താവിനെ പോലെ സംസാരിക്കുകയാണ്. അത് അങ്ങനെ BJPയുടെ വക്താവിനെ പോലെ സംസാരിക്കുന്നു എന്നാണ് താങ്കൾക്ക് തോന്നിയത്. ഞാൻ വരുന്നു ശ്രീ എ. സമ്പത്ത്. ഈ കേരളത്തിലെ വ്യാവസായിക ഒറ്റ കാര്യം പറഞ്ഞു നിർത്താം. അതായത് ഗോപികൃഷ്ണൻ ചോദിച്ചത് അത് സ്വാഭാവികമല്ലേ എന്ന് ഗോപികൃഷ്ണൻ ചോദിച്ചല്ലോ. സ്വാഭാവികമല്ല ആണെന്ന് അല്ല വിഷയം. കാരണം ഇത് രാഹുൽ ഗാന്ധിയിലേക്ക് ഇവർ തിരിക്കുകയാണ്. എന്നാൽ കോൺഗ്രസിൻ്റെ വിദേശനയക്കെതിരായ നീക്കം എന്നല്ല പറയണേ രാഹുൽ ഗാന്ധി. അപ്പൊ രാഹുൽ ഗാന്ധിക്ക് വ്യക്തിപരമായി ഞാൻ ചോദിച്ചത് ശ്രീകുമാർ സാർ, അതായത് ഇതൊക്കെ ഇങ്ങനെ രാഷ്ട്രീയമായ പൊളിറ്റിക്കൽ കോൺസിക്വൻസസ് ഉണ്ടാക്കുന്നതാണ്, രാഷ്ട്രീയമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇത്തരം പരാമർശങ്ങൾ എന്നൊക്കെ അറിയാൻ കഴിയാത്ത തരത്തിലുള്ള ആളല്ലല്ലോ ശശി തരൂർ. സ്വാഭാവികമാണ് BJPയുടെ കയ്യിൽ കിട്ടിയാൽ അത് കോൺഗ്രസിനെതിരെ, രാഹുൽ ഗാന്ധിക്കെതിരെ, ഖാർഗെക്കെതിരെയൊക്കെയുള്ള ആയുധമാക്കി ഇത് മാറ്റും എന്നറിയാത്ത ആളല്ലല്ലോ ശശി തരൂർ. അപ്പോൾ അതിനകത്തൊരു ഇൻറ്റൻഷൻ ഉണ്ട്. ആ ഇൻറ്റൻഷന് പിന്നിൽ മറ്റെന്തെങ്കിലും സ്വപ്നങ്ങൾ അദ്ദേഹത്തിനുണ്ടോ എന്നതാണ്. അല്ല, ശശി തരൂരിന് അങ്ങനെ സ്വപ്നങ്ങളൊന്നും ഉണ്ടെന്ന് ഇപ്പം എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു പരിപൂർണ്ണ രാഷ്ട്രീയക്കാരനാണെങ്കിൽ അദ്ദേഹം ഒരിക്കലും ഒരു അഭിപ്രായം പറഞ്ഞിട്ട് ഇതിൽ രാഷ്ട്രീയമില്ല എന്ന് പറയില്ല. അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് അദ്ദേഹം കേരളത്തിൻ്റെ കുറിച്ചുള്ള പിണറായി ഗവൺമെൻറ്റിനെ കുറിച്ചുള്ള അഭിപ്രായം പറഞ്ഞിട്ട് രാഷ്ട്രീയമില്ലെന്ന് പറഞ്ഞു. അത് പിന്നെ തിരുത്തി കൊടുത്തു പ്രതിപക്ഷ നേതാവ്. അതിനുശേഷം അദ്ദേഹം വേറൊരു ലേഖനം എഴുതുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് ഒരു സ്വതന്ത്രമായി പ്രതികരിക്കണം, അത് അദ്ദേഹത്തിൻ്റെ സ്വഭാവമാണ്. ആ സ്വതന്ത്രമായി പ്രതികരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ കാരണം അദ്ദേഹം പരിപൂർണമായ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ലല്ലോ കേരളത്തിൽ രാഷ്ട്രീയത്തിലേക്ക് വന്നത്. UPA ഗവൺമെൻറ് അധികാരത്തിലിരിക്കുമ്പോൾ അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ UPA ഗവൺമെൻറ്റിൻ്റെ നേതൃത്വം കൊടുത്ത കോൺഗ്രസ് അദ്ദേഹത്തെ ഉൾക്കൊണ്ടു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ നമുക്ക് ഏതായാലും ശ്രീകുമാർ സാർ ആ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. ഞാനിതാ ശ്രീ എ. സമ്പത്തിലേക്ക്. ശ്രീ എ. സമ്പത്ത്, ഈ കേരളത്തിലൊരു വ്യാവസായിക സൗഹൃദ അന്തരീക്ഷം ഉണ്ടെന്നും സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ വലിയ മുന്നേറ്റം നടത്താൻ പിണറായി വിജയൻ സർക്കാരിന് സാധിച്ചിട്ടുണ്ട് എന്നുമൊക്കെ ഉള്ള തരൂരിൻ്റെ ലേഖനം അന്ന് വിവാദമായപ്പോൾ CPM എടുത്ത നിലപാട് തരൂർ വസ്തുതകൾ വിളിച്ചു പറയുന്നു എന്നാണ്. പിന്നീട് അദ്ദേഹം തിരുത്തി ലേഖനം എഴുതിയെങ്കിൽ പോലും അത് കോൺഗ്രസിൻ്റെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ശാസനയെ തുടർന്നാണ് എന്നുള്ള വ്യാഖ്യാനവുമുണ്ട്. ഏതായാലും അന്ന് CPM അതിനെ പൂർണ്ണമായി സ്വാഗതം ചെയ്തു. അതേ സമീപനമാണോ ഇന്ന് മോദി സ്തുതിയിൽ ശശി തരൂർ നടത്തുമ്പോൾ CPMനുള്ളത്? അദ്ദേഹം അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞു, വസ്തുതകൾ തുറന്നു പറയുന്നു എന്ന സമീപനമാണോ CPMനുള്ളത്? ഗോപികൃഷ്ണൻ, ഞാൻ നമ്മുടെ ഈ ചർച്ചയിൽ ശ്രീകുമാറിനെ അദ്ദേഹം ഔദ്യോഗികമായി കോൺഗ്രസിൻ്റെ പ്രതിനിധിയായി വക്താവായിട്ടല്ല നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതെങ്കിലും അദ്ദേഹത്തെ അഭിനന്ദിക്കാൻ ഞാൻ ഈ വേള ഉപയോഗിക്കുകയാണ്. കാരണം കോൺഗ്രസ്സിന് വേണ്ടി അത്തരത്തിൽ ഒരു കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രതിനിധിയായി നമ്മുടെ ഇത്തരം ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്ന മറ്റു പല ചങ്ങാതികളെ അപേക്ഷിച്ച് തൻ്റെ വാദമുഖങ്ങൾ, കോൺഗ്രസിൻ്റെ ആ വാദമുഖങ്ങൾ അത്തരത്തിൽ നല്ല പ്രതിരോധം തീർക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ആ ഒരു ജേർണലിസ്റ്റിക്കായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സ്പിരിറ്റ് അടക്കം ഉപയോഗിച്ചു. അദ്ദേഹത്തെ ഞാൻ ഈ വേളയിൽ അഭിനന്ദിക്കാൻ, രാഷ്ട്രീയമായ എതിർചേരിയിലാണ് ഞാനെങ്കിൽ പോലും ഒരു കോൺഗ്രസ് വക്താവിന് പോലും ഇത്ര നന്നായി ഈ ഇത്തരത്തിൽ ആ ഒരു വാദഗതികൾ ഉന്നയിക്കാൻ കഴിയില്ല. ഞാൻ ഇക്കാര്യത്തിലെ സമ്പത്ത്, താങ്കൾ ആത്മാർത്ഥമായി അദ്ദേഹത്തെ അഭിനന്ദിച്ചതാണോ അതോ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനായി തന്നെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു, ഒരു കോൺഗ്രസ് പ്രതിനിധിയുടെ അഭാവത്തെ അദ്ദേഹം നികത്തി എന്ന് പറയാൻ ശ്രമിക്കുകയായിരുന്നു? കോൺഗ്രസ് പ്രതിനിധിയുടെ അഭാവം നികത്തി എന്നല്ല,
വാസ്തവത്തിൽ ശ്രീകുമാറിനെ പോലുള്ളവരാണ് കോൺഗ്രസിൻ്റെ ആ വാദമുഖങ്ങൾ ഉന്നയിക്കേണ്ടത്, പ്രതിരോധിക്കേണ്ടത്, അത് ഉള്ളിൽ തട്ടി അത്തരത്തിൽ പറയാൻ കഴിയുന്നത്. മറ്റു പല ചങ്ങാതിമാരും വാസ്തവത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ദുരവസ്ഥ എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളത് കൊണ്ട് ഞാനത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തോട്, ഒരു ജ്യേഷ്ഠ സഹോദരനെ ഞാൻ കാണുന്നത് പോലെ ഇക്കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, എനിക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഈ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ചോ, ഡോക്ടർ ശശി തരൂർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ കോൺഗ്രസ് ഉൾക്കൊണ്ടു, അത്തരം കാര്യങ്ങളെല്ലാം അത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളോ അതിൻ്റെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചോ ഞാനിപ്പോൾ UDFൻ്റെ പ്രതിനിധിയോട് അല്ലെങ്കിൽ ശ്രീകുമാറിനോട് അവരുടെ അടുത്ത് രണ്ടുപേരുടെ അത് ചോദിച്ചിട്ട് കാര്യമില്ല. 15ാം ലോക്സഭയിൽ 16ാം ലോക്സഭയിൽ ആ 2 ലോക്സഭകളിലും ഞാനുണ്ടായിരുന്നതാണ്. ഒന്ന് 2ാം UPA ഗവൺമെൻറ്റാണ്, മറ്റേത് 1ാം മോദി സർക്കാരാണ്. പിന്നീട് ആ 15ഉം 16ഉം ലോക്സഭകൾ കഴിഞ്ഞ് 17ാം ലോക്സഭയിൽ 2ാം മോദി സർക്കാർ, അപ്പോൾ തന്നെ എത്രയായി? 15 കൊല്ലമായി. ഇപ്പോൾ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് 16ാമത് വർഷമായി. അദ്ദേഹം കോൺഗ്രസ്സുകാരനായി അത്തരത്തിൽ ഒരു വേഷം അണിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു പദം ഞാൻ ഉപയോഗിക്കുകയാണ്. കാരണം അദ്ദേഹം ഉപയോഗിക്കുന്ന ചില പദപ്രയോഗങ്ങളുണ്ടല്ലോ, എഗ് ഓൺ വൺസ് ഫേസ് എന്ന് അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് പ്രയോഗം ഉണ്ടല്ലോ, എഗ് ഓൺ വൺസ് ഫേസ് എന്ന് പറയുന്നത്. മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഒരു പദപ്രയോഗം ഇതുപോലെ ഇംഗ്ലീഷിൽ ടു ഫോളോ ദ ഹോളി കൗസ് എന്ന് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള ആംഗലേയ പദപ്രയോഗങ്ങളെല്ലാം അദ്ദേഹം നടത്തട്ടെ. അതിലൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവ്, സാമർഥ്യം, ആ ഒരു വൊക്കാബുലറി, ആ കാര്യങ്ങളെ ഒന്നും ഞാൻ ചോദ്യം ചെയ്യുകയല്ല. കേരളത്തെ സംബന്ധിച്ച് സ്റ്റാറ്റിസ്റ്റിക്കലി കറക്റ്റായിട്ടുള്ളൊരു കാര്യം ഇന്ത്യ ഗവൺമെൻറ് തന്നെ അംഗീകരിച്ചത്, നിതി ആയോഗ് തന്നെ അക്കാര്യത്തെ സംബന്ധിച്ച് പറഞ്ഞത്, കേരളത്തിൽ വന്നതിന് ശേഷവും അതിന് മുമ്പും അതിന് ശേഷവും ഡൽഹിയിൽ തന്നെ നമ്മുടെ യൂണിയൻ മന്ത്രിമാരടക്കം പൊതുചടങ്ങുകളിലടക്കം പറഞ്ഞിട്ടുള്ള നിരവധി കാര്യങ്ങൾ കേരളം നമ്പർ 1 ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ളത്. അത് വ്യവസായങ്ങളുമായി, നമുക്കിപ്പോൾ ഖനവ്യവസായങ്ങളൊന്നും നടക്കില്ല, നമുക്ക് അത്തരത്തിലുള്ളത് ലഘു ഇടത്തരം, അതുപോലെ തന്നെ നമ്മുടെ ഈ സേവന തുറകളിൽ, നമ്മുടെ ഈ IT മേഖലകളിൽ ഇങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകൾ പലതുമൊക്കെ പുതുതായി വന്നത്. കേരളത്തിൻ്റേതായിട്ടുള്ള പരിസ്ഥിതിക്ക് ഇണങ്ങുന്ന നിലയിലും കേരളത്തിൻ്റെ സാമൂഹികമായ ചുറ്റുപാടുകൾക്ക് ഇണങ്ങുന്ന നിലയിലും നമുക്ക് ഭൂമിയുടെ ലഭ്യത എല്ലാം വളരെ കുറവായതുകൊണ്ട് അന്ന് ഡോക്ടർ ശശി തരൂരിനെ പെട്ടെന്ന് നിമിഷങ്ങൾക്കുള്ളിൽ സ്വിച്ചിട്ട ലൈറ്റ് കത്തുന്നതിനേക്കാൾ വേഗത്തിൽ വളഞ്ഞിട്ടാക്രമിക്കാൻ കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾ എന്തൊരു ശുഷ്കാന്തിയായിരുന്നു. അന്നത്തെ ടെലിവിഷൻ ചർച്ചകളൊക്കെ നമ്മളൊന്ന് കണ്ടേ, ഒന്ന് റിവൈൻഡ് ചെയ്ത് ആ വർത്തമാനങ്ങളൊന്ന് കേട്ട് അദ്ദേഹത്തിന് വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ പിന്നീട് കോൺഗ്രസിൻ്റെ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ശാസിച്ചു എന്നൊക്കെയുള്ള വാർത്തകളും അദ്ദേഹം ഇക്കാര്യത്തെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ നിലപാട് അതിപ്പോൾ പറയാൻ വേണമെങ്കിൽ ഗലീലി പണ്ട് പറഞ്ഞതുപോലെ ഞാൻ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ഞാൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന്, സൂര്യനെ ചുറ്റിയാണ് ഭൂമി കറങ്ങുന്നത് എന്നുള്ളത് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതുപോലെ അദ്ദേഹത്തിന് പറയാം. ഇവിടെ ഇദ്ദേഹത്തെ ഇപ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയെ പ്രകീർത്തിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളോ മറ്റു കാര്യങ്ങളോ അതൊക്കെ കോൺഗ്രസിനെ വെട്ടിലാക്കിയിരിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കിയിരിക്കുകയാണ്. എന്തു പറയണമെന്ന് കേരളത്തിലെ കോൺഗ്രസിൻ്റെ നേതാക്കൾക്ക് ആർക്കും തന്നെ ഒരു നിശ്ചയവുമില്ല ഒന്നിനും എന്നുള്ള നിലയിലേക്കാണ്. എന്നാൽ ഇതിൻ്റെ അഖിലേന്ത്യാ നേതൃത്വത്തിന് എന്തെങ്കിലും പറയാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അഖിലേന്ത്യാ നേതൃത്വത്തിനും ഒന്നും പറയാൻ കഴിയാത്തൊരു നിലയിലേക്ക് നിൽക്കുകയാണ്. ഞാൻ ഈ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയുടെ വിദേശ നയവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഏത് രാഷ്ട്രീയ കക്ഷി ഇന്ത്യയിൽ അധികാരത്തിൽ വന്നാലും, ഏത് മുന്നണി ഇന്ത്യ ഭരിച്ചാലും, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നാലും ലോകത്ത് സമാധാനത്തിൻ്റെ ദൂതുമായി നിൽക്കുന്ന ഒരു രാഷ്ട്രമാണ് ഈ ഇന്ത്യ എന്നത്. ഒരു യുദ്ധവും ഒന്നിനും പരിഹാരമല്ല എന്ന നിലയിലേക്ക് അറിയാമല്ലോ. മുമ്പ് CPIM അത്തരത്തിൽ അയൽക്കാർ തമ്മിലുള്ള തർക്കങ്ങൾ പോലും പറഞ്ഞാണ് പരിഹരിക്കേണ്ടത്, അത് യുദ്ധത്തിൽ കൂടിയല്ല എന്ന് പറഞ്ഞതിന് വേണ്ടി വല്ലാതെ വേട്ടയാടലുകൾക്ക് വിധേയമായിട്ടുള്ള നേതാക്കളാണ്. എൻ്റെ പിതാവടക്കം എന്തിനാണ് 2 കൊല്ലം ജയിലിൽ കഴിഞ്ഞതെന്ന് അദ്ദേഹത്തിന് പോലും മരണസമയത്ത് പോലും മനസ്സിലായിട്ടില്ല. ഒരു കുറ്റവിചാരണ പോലും നേരിടേണ്ടതായി വന്നില്ല എങ്കിൽ പോലും ജയിലിൽ കഴിയേണ്ടതായി, തടവുപുള്ളിയായി കഴിയേണ്ടതായ അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഇന്ന് VMSൻ്റെ ചരമദിനം കൂടിയാണ് മാർച്ച് 19 എന്നുള്ളത് കൂടി ആലോചിക്കണം. നാം നമ്മുടേതെന്നും അവർ അവരുടേതെന്നും പറയുന്ന ഭൂമി എന്ന് പറഞ്ഞതിന് അന്ന് VMSനെ ഇതേ കോൺഗ്രസ് നേതാക്കൾ നമ്പൂതിരി, രാജ്യദ്രോഹി നമ്പൂതിരി എന്നൊക്കെ വിളിച്ചിട്ടുള്ളത്, അതെല്ലാം ഈ പറയുന്നത് പലരും മറന്നുപോയിട്ടുണ്ടാവും. ഞാൻ മറന്നിട്ടില്ല. നിൽക്കട്ടെ. ഉക്രൈനും റഷ്യയും തമ്മിലുള്ള വിഷയത്തെ സംബന്ധിച്ച് പഴയ സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടുമ്പോൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാഷ്ട്രങ്ങളുമായി അത്തരത്തിലൊരു ധാരണയുണ്ട്. അതൊരു ഇൻ്റർനാഷണൽ ട്രീറ്റിക്ക് സമാനമെന്ന് നമ്മൾ പറയാവുന്ന ആ ഒരു ധാരണ എന്താണ്? ആ സോവിയറ്റ് യൂണിയൻ ഛിന്ന ഭിന്നമായി പോകുന്നു എന്ന് മാധ്യമങ്ങൾ പറയുമ്പോൾ, അത് പിരിച്ചുവിടപ്പെടുന്നു എന്ന് ഞങ്ങൾ പറയുമ്പോൾ, ഈ പിരിച്ചുവിടപ്പെട്ടപ്പോൾ പഴയ സോവിയറ്റ് യൂണിയനിലെ അവരുടെ ഭാഷയിൽ SSSR എന്ന് പറയുന്ന USSRൻ്റെ റഷ്യൻ പേര്,
അതിലെ അംഗരാഷ്ട്രങ്ങളിൽ ഒരു കാരണവശാലും റഷ്യയുടെ അതിർത്തികളിൽ അവരെ ഒന്ന് നാറ്റോയിൽ അംഗരാഷ്ട്രങ്ങളാക്കരുത്, ഉത്തര അറ്റ്ലാന്റിക് സഹകരണ ഉടമ്പടിയിൽ ചേർക്കരുത്. 2, അവിടെ നാറ്റോയുടേതായ സൈനിക വിന്യാസങ്ങളും മിസൈലുകളും അത്തരത്തിൽ വ്യാപിപ്പിക്കരുത്. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് ആ ധാരണയിൽ ഉണ്ടായിരുന്നത്. ആ ധാരണയ്ക്ക് ഘടകവിരുദ്ധമായിട്ടാണ് യൂറോപ്യൻ രാജ്യങ്ങളുടേതായിട്ടുള്ള പിന്തുണയോടുകൂടി ഉക്രൈനിൽ അങ്ങനെ ഈ റഷ്യൻ ഫെഡറേഷൻ്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സൈനിക വിന്യാസവും ഈ പറയുന്ന മിസൈലുകളെല്ലാം വിന്യസിക്കുകയും ഒക്കെ ചെയ്യുന്നത്. യുദ്ധത്തിൻ്റെ തുടക്കം അവിടെ നിന്നാണ് ആണല്ലോ. അപ്പോൾ ഈ യുദ്ധം വാസ്തവത്തിൽ ഇത് അവസാനിപ്പിക്കേണ്ടതായിരുന്നു എന്നുള്ളത് എത്രയും പെട്ടെന്ന്, 1 തുടങ്ങാൻ പാടില്ലായിരുന്നു, 2 അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പാടില്ല, 3 എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാലും ഇന്ത്യക്കാരായിട്ടുള്ള എല്ലാ ആളുകളും, നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരും അടക്കം അത്തരം ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല, ഒരിടത്തും ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അത് ഗസയിലായാലും ശരി, അതല്ല ഈ പറയുന്ന ഈ യൂറോപ്യൻ രാജ്യങ്ങളിലോ മറ്റെവിടെയെങ്കിലും ആയിരുന്നാലും. അപ്പോൾ ഇവിടെ ഈ യുദ്ധത്തിൻ്റെ കാര്യത്തിൽ റഷ്യക്കെതിരായി ഉപരോധം ഏർപ്പെടുത്തണം എന്നതാണ് പല യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകളുടെയും എല്ലാം ആഗ്രഹം. റഷ്യക്ക് എണ്ണ സമ്പത്ത്, ധാതു സമ്പത്തുകൾ, അങ്ങനെ അവരുടേതായിട്ടുള്ള ഖനിജങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് അവരുടെ ഭൂവിസ്തൃതിയിൽ നിന്ന് അവർക്ക് ഇനിയും ഇങ്ങനെ നൂറ്റാണ്ടുകളോളം പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ ലഭ്യമായിട്ടുള്ളതാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് അത്തരത്തിൽ ക്രൂഡ് ഓയിൽ വേണം. ആ ക്രൂഡ് ഓയിലിന് അന്തർദേശീയ കമ്പോളത്തിൽ ഇപ്പോൾ വിലയിടുകയാണ്. കേരളത്തിൽ പെട്രോളിനും ഡീസലിനും ഇന്ത്യയിൽ എല്ലായിടത്തും എന്നുള്ളത് പോലെ തന്നെ നമുക്ക് ഇവിടെ ഈ വിലയിടിവ് ഉണ്ടാവട്ടെ എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുമ്പോഴും ഇന്ത്യയിൽ ലോകത്ത് ക്രൂഡ് ഓയിലിൻ്റെ വില ബാരലിന് കുറയുമ്പോഴും, ഓരോ ബാരലിനും കുറയുമ്പോഴും നമുക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കുറയുന്നില്ല. എങ്കിലും ഇക്കാര്യത്തിൽ റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യാനായി ഇന്ത്യ അത്തരത്തിൽ ഒരു നിലപാടെടുത്തുവെങ്കിൽ ആ നിലപാടിനെ നമ്മൾ സ്വാഗതം ചെയ്യുന്നതിൽ എന്താ തെറ്റ്? അല്ല ശ്രീ സമ്പത്ത്, ഞാൻ അതിനകത്തൊരു ചെറുതായിട്ടൊന്ന് ഇടപെടട്ടെ. അതായത് താങ്കൾ പറയുന്നത് ഇതിന്റെ ഒരു ചരിത്ര പശ്ചാത്തലവും അല്ലെങ്കിൽ ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു ഡിപ്ലോമാറ്റ് എന്ന നിലയിലോ ഇന്ത്യയുടെ വിദേശകാര്യ നയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവഗാഹമുള്ള ഒരാളെന്ന നിലയിലോ ഒക്കെ തരൂർ സ്വീകരിക്കുന്ന സമീപനത്തെക്കുറിച്ചാണെങ്കിൽ, തരൂർ ഇപ്പോൾ ഈ പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസിൻ്റെ നയനിലപാടുകളെ അപകടപ്പെടുത്തുന്നതും ഒരു മോദി സ്തുതിയിലേക്ക് വഴുതി വീഴുന്നതുമായ പരാമർശങ്ങളാണ്. അതിൻ്റെ പിന്നിലുള്ള രാഷ്ട്രീയമാണല്ലോ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്നത്. ഇപ്പോൾ ഇവിടെ എല്ലാ കാര്യങ്ങളും ഭദ്രമായി നടക്കുന്നു, പിണറായി സർക്കാർ കാര്യങ്ങൾ കുറെ കൂടി ഭംഗിയായി കൊണ്ടുപോകുന്നു എന്ന് തരൂർ പറഞ്ഞപ്പോൾ CPM സ്വാഗതം ചെയ്തത് അത് പിണറായി സർക്കാരിനുള്ള അംഗീകാരമായി കണ്ടുകൊണ്ടാണ്. അതേ സ്വഭാവത്തിൽ മോദി സ്തുതിയെയും നടത്തിയതിനെയും സ്വാഗതം ചെയ്യാൻ ബാക്കി അതിൻ്റെ സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇത് പൊളിറ്റിക്കൽ അല്ല, ഇത് ഭാരതീയൻ എന്ന നിലയിൽ നടത്തിയ പരാമർശമാണ് എന്ന നിലയിൽ കണ്ടുകൊണ്ട് സ്വാഗതം ചെയ്യാൻ CPM ഒരുക്കമാണോ? അതല്ല തരൂറിന് മറ്റ് ചില പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് സംശയിക്കാവുന്ന തരത്തിലാണോ ഈ കാര്യങ്ങൾ കടക്കുന്നത്? കാരണം തരൂരിൻ്റെ, താങ്കൾ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ വാക് സാമർത്ഥ്യത്തെയും വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രാഗൽഭ്യത്തെയും അദ്ദേഹത്തിൻ്റെ രാജ്യാന്തര തരത്തിലുള്ള പ്രതിച്ഛായയും ഒക്കെ കോൺഗ്രസിന്റെ വളർച്ചയ്ക്ക് ശരിയാവണ്ണം വിനിയോഗിക്കുന്നില്ല എന്ന പരാതി തന്നെ തരൂരിനുള്ളപ്പോൾ അദ്ദേഹം മറ്റു ചില സ്വപ്നങ്ങളിലേക്ക് കടന്നിരിക്കുന്നു എന്ന് സംശയിക്കേണ്ടതുണ്ടോ? അതാണ് എൻ്റെ, ടു ബി വെരി സ്പെസിഫിക്, ദാറ്റ് ഈസ് മൈ ക്വസ്റ്റ്യൻ. ഗോപീഷൻ്റെ ആ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റിന് ഡോക്ടർ ശശി തരൂരിൻ്റെ ഭാഷയിൽ തന്നെ മറുപടി പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. ഐ ആം റിയലി സോറി ടു സേ ദാറ്റ് ഐ ആം അൺഎബിൾ ടു ഫൈൻഡ് ഔട്ട് ഹിസ് റിയൽ അജണ്ട ഇഫ് ഹി ഹാസ് എനി പൊളിറ്റിക്കൽ അജണ്ട. സോ അതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതിനെ സംബന്ധിച്ച് കോൺഗ്രസ്സാണ് പറയേണ്ടത്. വാസ്തവത്തിൽ ഡോക്ടർ ശശി തരൂർ അടക്കമുള്ളവരും കോൺഗ്രസ്സുകാരും ആദ്യം അഭിനന്ദിക്കേണ്ടത് ഇടതുപക്ഷത്തെ, വിശേഷിച്ച CPIM-നെ അല്ലേ. ഈ ഉക്രൈൻ റഷ്യ യുദ്ധം ഉണ്ടാകുന്ന വേളയിൽ ആദ്യം പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് ഇന്ത്യ എടുക്കുന്ന നിലപാടിനെ സംബന്ധിച്ച് അതിനെ യുദ്ധത്തിൽ നമ്മൾ എടുക്കേണ്ട നിലപാട്, യുദ്ധം അവസാനിപ്പിക്കാൻ എടുക്കേണ്ടുന്ന നിലപാട്, CPIM-ൻ്റെ അംഗസംഖ്യ വളരെ കുറവാണ്. അംഗസംഖ്യ കുറവാണ് എന്നുള്ളത് കൊണ്ട് അവർ ഉന്നയിച്ച വിഷയത്തിൻ്റെ പ്രസക്തി ഒരു കാരണവശാലും കുറയുന്നില്ല. നോക്കൂ, CPIM-ൻ്റെ പൊളിറ്റ് ബ്യൂറോയുടെ ഔദ്യോഗികമായ കമ്മ്യൂണിക്കേയിലടക്കം ഈ ഉക്രൈൻ റഷ്യ യുദ്ധത്തെ സംബന്ധിച്ചുള്ള അതിനെ സംബന്ധിച്ച് പരാമർശിച്ച് മാസങ്ങൾക്ക് മുമ്പാണ്. ഇന്ത്യയിൽ ഒരു പക്ഷേ ആദ്യമായി അത്തരത്തിലൊരു രാഷ്ട്രീയ പാർട്ടി ഈ യുദ്ധത്തെ സംബന്ധിച്ച് വിലയിരുത്തി ആ യുദ്ധം അവസാനിപ്പിക്കണമെന്ന നിലയിലേക്ക്, അത് ഇവിടത്തേത് മാത്രമല്ല, നേരത്തെ ഇപ്പോൾ ഫലസ്തീൻ ഇഷ്യൂവിലായിരുന്നാലും അതൊക്കെ തന്നെ യുദ്ധം എന്നത് വംശഹത്യയിലേക്ക്, അതെല്ലാം മനുഷ്യരാശിക്ക് എക്കാലവും വിനാശകരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ ഞാൻ വളരെ പെട്ടെന്ന് ഒരു ചോദ്യം കൂടി ചോദിക്കാം. ഞാൻ പ്രിൻസ് ലൂക്കോസിലേക്ക് പോകുന്നതിന് മുമ്പ് ഒറ്റ ചോദ്യം കൂടി, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. അതായത് ശ്രീ VV രാജേഷ് പറഞ്ഞത് പ്രധാനമന്ത്രി ഇത്തരം കാര്യങ്ങൾ സ്വീകരിക്കുന്ന സമീപനത്തെ രാഷ്ട്രീയ ഭേദമന്യേ ആളുകൾക്ക് അംഗീകരിക്കേണ്ടി വരും, ഇതൊരു തുടക്കം മാത്രമാണ് എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്നു ഇന്ത്യ എല്ലാ കാലത്തും സമാധാനം കാക്ഷിച്ചിരുന്ന രാഷ്ട്രമാണ്, എല്ലാ കാലങ്ങളിലും സമാധാനത്തിന് വേണ്ടി നിലകൊണ്ട രാഷ്ട്രമാണ്. അതായിരുന്നു നമ്മുടെ വിദേശ നയവും സമീപനവും. അത് നടപ്പാക്കുക ഏത് പ്രധാനമന്ത്രിയാണെങ്കിലും ആ വഴിയിലൂടെ
ഓൺലി ത്രൂ ദാറ്റ് ഡോട്ടഡ് ലൈൻസ്, അതിലൂടെ മാത്രമേ പോകാൻ കഴിയൂ എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ ഈ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വീകരിച്ചിട്ടുള്ള നയവും സമീപനവും CPIയും അംഗീകരിക്കുന്ന ഒന്നാണ് എന്ന് പറയും? ഗോപീഷിൻ്റെ ആ ചോദ്യം വരുമ്പോഴേ എനിക്ക് കുറച്ചുകൂടെ അതിലൊരു ക്ലാരിറ്റി വരുത്താൻ കഴിയുള്ളൂ. എന്താണെന്നറിയോ, ഇതേ പ്രധാനമന്ത്രിയുടെ കീഴിലാണ് ഇന്ത്യക്കാരെ അനധികൃത കുടിയേറ്റക്കാരാണ്, അവർ ക്രിമിനലുകളാണ് എന്നുള്ള മുദ്ര കുത്തിയിട്ട് കയ്യാമം വെച്ച് കാലിൽ ചങ്ങലയിട്ട് ഒന്നിലേറെ തവണ വിമാനങ്ങളിൽ അമേരിക്കയുടേതായ US എയർഫോഴ്സിൻ്റെ സൈനിക വിമാനങ്ങളിൽ കൊണ്ടുവന്ന് ഇറക്കിയത്. വെനിസ്വേലയിൽ അങ്ങനെ നടന്നില്ല, മെക്സിക്കോയിൽ അങ്ങനെ നടന്നില്ല, തൊട്ടപ്പുറത്ത് നേപ്പാളിൽ അങ്ങനെ നടന്നില്ല. ചില രാഷ്ട്രങ്ങളിലാണ് എങ്കിൽ അമേരിക്കയുടെ സൈനിക വിമാനങ്ങൾ അങ്ങനെ വന്നപ്പോൾ വന്ന വിമാനങ്ങളെ ഞങ്ങളുടെ അതിർത്തിയിലേക്ക് ഒരു സൈനിക വിമാനം കടന്നു വരാൻ കഴിയില്ല, തിരിച്ചു കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറയുകയും ചാർട്ടർ ചെയ്ത യാത്രാ വിമാനങ്ങളിൽ അവർ വന്നപ്പോൾ നമ്മളെക്കാൾ അത്ര ശക്തിയുള്ള രാഷ്ട്രങ്ങളൊന്നുമല്ല, നമ്മളെക്കാൾ ദരിദ്രരാണ് എന്നൊക്കെ പറയേണ്ടതായിട്ടുള്ള, നമ്മൾ പല കാര്യങ്ങളിലും നമ്മൾ വികസനം നമ്മൾ മുമ്പോട്ട് വീണ്ടും പോകുന്നു, അവരെക്കാൾ ലോകത്തിലെ സാമ്പത്തിക സൈനിക ശേഷിയിലെല്ലാം നമ്മൾ മുമ്പിലേക്ക് എന്ന് നമുക്ക് അഭിമാനിക്കാം. ശരി, നല്ലത് തന്നെ. ആ രാഷ്ട്രങ്ങൾ നമ്മുടെ പിന്നിലാണ് എന്ന് നാം പറയുന്ന രാഷ്ട്രങ്ങൾ, മാധ്യമങ്ങളടക്കം പറയുന്ന രാഷ്ട്രങ്ങൾ പറയുകയാണ് ഞങ്ങളുടെ രാഷ്ട്രങ്ങളിൽ നിന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുള്ളവർ അനധികൃത കുടിയേറ്റക്കാരാണ് എന്ന് പറഞ്ഞ് അവരെ നിങ്ങൾ തിരിച്ചയക്കുന്നുവെങ്കിൽ അവരുടെ അധ്വാനത്തെ നിങ്ങൾക്ക് വേണം, അവരെ നിങ്ങൾക്ക് വേണ്ട, അവരുടെ എല്ലാം പണത്തെ നിങ്ങൾക്ക് വേണം, അവരുടെ മനുഷ്യത്വത്തെ നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾ തിരിച്ചയച്ചോ, ഞങ്ങളുടെ രാഷ്ട്രത്തിലെ പൗരന്മാരെ 2 കൈ നീട്ടി അഭിമാനപൂർവ്വം ഞങ്ങൾ സ്വീകരിക്കും, അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്ത്യക്കത് കഴിഞ്ഞില്ല. ഇന്ത്യയുടെ ഭരണാധികാരികൾക്ക് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രീം കോടതി ജഡ്ജിമാർ മണിപ്പൂരിലേക്ക്, ഇപ്പോഴും തീയണയാത്ത മണിപ്പൂരിലേക്ക്, മനുഷ്യൻ്റെ നിലവിളി ഉയരുന്ന മണിപ്പൂരിലേക്ക് അവർ പോവുകയാണ്. ഇന്ത്യയുടെ ഭരണകൂടം എടുക്കുന്ന നിലപാടും അവിടെ ഒരു സംസ്ഥാന സർക്കാരിനെ വെച്ചു വാഴിച്ചതും അതിനെ പിരിച്ചുവിട്ടതും പിന്നീട് രാഷ്ട്രപതി ഭരണം ഏൽപ്പിച്ചതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇന്ത്യയുടെ വടക്ക് ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുകയും ഒരു ഭാഗത്ത് ജനങ്ങൾക്ക് തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാനുള്ള അവകാശം അതെല്ലാം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ അപ്പോഴും റഷ്യയ്ക്കും യുക്രൈനും ഒരുപോലെ സ്വീകാര്യനായ പ്രധാനമന്ത്രി ലോക സമാധാനത്തിന് വേണ്ടി പങ്കുവഹിക്കാൻ കഴിയുന്ന രാജ്യമായി ഇന്ത്യ മാറി എന്ന തരൂരിന്റെ നിരീക്ഷണത്തെ CPIM അംഗീകരിക്കുന്നുണ്ട്. അതാണ് എൻ്റെ ചോദ്യം. അത് കഴിഞ്ഞാൽ എനിക്ക് ശ്രീ പ്രിൻസ് ലൂക്കോസിലേക്ക് എനിക്കൊന്ന് പോകണം. അതാണ് എൻ്റെ ചോദ്യം. അത് CPIM അംഗീകരിക്കുന്നുണ്ടോ ഈ പോയിന്റിൽ? തരൂരിൻ്റെ വാദഗതി, ഞങ്ങൾക്ക് ഞങ്ങളുടെ പാർട്ടിയുടേതായ ലൈനുണ്ട്. CPIM-നെ നയിക്കുന്ന ഡോക്ടർ ശശി തരൂരോ കോൺഗ്രസോ അല്ല, LDF-നെ നയിക്കുന്നത് UDF-ഉം അല്ല. CPIM-നെ നയിക്കുന്നത് CPIM-ആണ്. CPIM-ന് അതിൻ്റെ ഒരു സംഘടനാപരമായ ഒരു രീതിയുണ്ട്. CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ ഇത്തരം കാര്യങ്ങളിൽ CPIM-ന് തന്നെ ഇതിൻ്റെ ഈ എക്സ്റ്റേണൽ അഫെയർ, നമ്മളിപ്പോൾ ഡോക്ടർ തരൂരിനെ പറ്റി പറയുമ്പോൾ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫെയർസിൻ്റെ നമ്മൾ ആ സമിതി എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞാൽ വിദേശകാര്യ വകുപ്പിൻ്റെ പാർലമെൻറ്റുമായി ബന്ധപ്പെട്ട സ്ഥിരം സമിതി എന്ന് പറയുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ എക്സ്റ്റേണൽ അഫെയർസ് എന്നുള്ളതാണ്. അതിൻ്റെ ചെയർമാനായി അദ്ദേഹത്തെ നിയോഗിക്കുന്നത് കോൺഗ്രസ് ആണ്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വമാണ് അതിനെക്കുറിച്ച് പറയേണ്ടത്, ഇല്ലാതെ ഡോക്ടർ ശശി തരൂർ പറഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? അതാണ് ശ്രീ സമ്പത്ത്, അത് തന്നെയാണ് ഇവിടെ കോൺഗ്രസിനെയും പ്രതിസന്ധിയിലാക്കുന്നത്. അതായത് താങ്കൾ പറഞ്ഞതുപോലെ LDF-ന്റെ നയങ്ങളെയോ CPIM-ന്റെ നയങ്ങളെയോ UDF അല്ല നയിക്കേണ്ടത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് UDF-ന്റെ നയങ്ങൾക്ക് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നയങ്ങൾക്ക് വിരുദ്ധമായി ശശി തരൂരിനെ പോലെ ഒരാൾ ഒരു പ്ലാറ്റ്ഫോമിൽ ചെന്ന് പറയുമ്പോൾ അവരെയും പ്രതിസന്ധിയിലാക്കുന്ന പ്രശ്നം അതാണ്. അതുകൊണ്ടാണ് തരൂരിന്റെ നിലപാടുകൾക്ക് പിന്നിൽ മറ്റ് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടി വരുന്നത്. ശ്രീ പ്രിൻസ് ലൂക്കോസിലേക്ക് ഞാൻ പോകുന്നു. ശ്രീ പ്രിൻസ് ലൂക്കോസ്, നമുക്കറിയാം ഈ കഴിഞ്ഞ കുറച്ച് കാലം മുമ്പ് കേരളത്തിൽ വലിയ ചർച്ചയായത് കോൺഗ്രസിൽ അധികാരത്തിലേക്ക് വീണ്ടും UDF വരികയാണെങ്കിൽ ആരായിരിക്കും മുഖ്യമന്ത്രിയാകാൻ പോകുന്നത് എന്ന തർക്കമുണ്ടായി. UDF-നകത്ത് നടന്നിട്ടുള്ള ആഭ്യന്തര ചർച്ചകളിൽ പലപ്പോഴായി കോൺഗ്രസിലെ ഇത്തരം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ UDF-ന്റെ വരും തെരഞ്ഞെടുപ്പിലെ സാധ്യതകൾക്ക് മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ അപകടമുണ്ടാക്കുന്നതാണ് എന്ന വിലയിരുത്തലുണ്ടായി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശശി തരൂരിനെ ശാസിക്കാൻ വേണ്ടി ഹൈക്കമാൻഡ് വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒരു ഒറേറ്റർ എന്ന നിലയിൽ, ഒരു പ്രാസംഗികൻ എന്ന നിലയിൽ, വാദങ്ങൾ കൃത്യമായി അവതരിപ്പിക്കാൻ കഴിയുന്ന മിടുക്കൻ എന്ന നിലയിൽ, രാജ്യാന്തര പ്രതിച്ഛായുള്ള ഒരാളെന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ, അദ്ദേഹത്തിൻ്റെ സാമർത്ഥ്യത്തെ കോൺഗ്രസ് ഒരിടത്തും പ്രയോഗിക്കുന്നില്ല എന്നാണ്. എനിക്കെന്ത്, എൻ്റെ പദവി എവിടെ, ഞാൻ എവിടെ നിൽക്കുന്നു, എനിക്ക് സംസ്ഥാനത്തൊരു പദവിയുണ്ടോ, എന്നെ എവിടെയാണ് നിങ്ങൾ പ്ലേസ് ചെയ്യുന്നതെന്ന് തരൂർ ചോദിച്ചതായിട്ടാണ് ഞാൻ അറിഞ്ഞത്. ആ നിരാശയിൽ നിന്നാണോ തരൂർ ഇതുപോലെയുള്ള പരാമർശങ്ങൾ നടത്തുന്നത്? ഈ മോദി സ്തുതി അദ്ദേഹത്തിന്റെ കോൺഗ്രസിനകത്തെ അസ്വസ്ഥതയിൽ നിന്നാണോ ഉണ്ടാകുന്നത് എന്നാണ്. ശ്രീ പ്രിൻസ് ലൂക്കോസ്, താങ്കൾ ഒരുപക്ഷെ ഞാൻ ചോദിച്ചത് കേട്ട് കാണില്ല. കേരളത്തിൽ കഴിഞ്ഞ ഈ അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായ വലിയ ചർച്ചയായിരുന്നു ആരാണ് മുഖ്യമന്ത്രി പദവിയിലേക്ക് വരുന്നത് UDF വീണ്ടും അധികാരത്തിൽ വന്നാൽ. UDF-ന്റെ ആഭ്യന്തര യോഗങ്ങളിലൊക്കെ ഇതൊരു വലിയ പ്രശ്നമായി, അതായത് അതിൻ്റെ സാധ്യതകളെ ബാധിക്കുന്ന പ്രശ്നമായി ചർച്ച ചെയ്തു എന്നാണ് അറിഞ്ഞത്. ശശി തരൂർ തന്നെ
ഹൈക്കമാൻഡുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ തൻ്റെ കഴിവുകളെ വേണ്ട രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നില്ല എന്ന് പരാതിപ്പെട്ടതായി അറിയുന്നു. കോൺഗ്രസിനകത്ത് അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതകളിൽ നിന്നായിരിക്കുമോ നിരന്തരമുള്ള ഈ മോദി സ്തുതി വരുന്നത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് മറ്റു ചില താല്പര്യങ്ങളുണ്ട് എന്നല്ലേ വ്യക്തമാകുന്നത്? കോൺഗ്രസ് അതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് അതിനെ സംബന്ധിച്ച് അതിനെ മുഖ്യമന്ത്രിയൊക്കെ നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം മത്സരിച്ച് വിജയിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ഈ വിഷയത്തിൽ ശശി തരൂർ അന്താരാഷ്ട്ര ഫിഗറാണ്. അദ്ദേഹത്തിന് പാശ്ചാത്യ രാജ്യങ്ങളിലെല്ലാം വലിയ സ്വീകാര്യതയുണ്ട്. അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ലായിരുന്നു. രാഷ്ട്രീയക്കാരനല്ലാത്ത അദ്ദേഹം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വന്ന് തിരുവനന്തപുരത്തിൻ്റെ MP ആയി തുടരെ ആ നിയോജക മണ്ഡലത്തെ അദ്ദേഹം പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ആരാധകരും ഇഷ്ടമുള്ള ഒരു ജനവിഭാഗം രാഷ്ട്രീയത്തിന് അതീതമായി കേരളത്തിലുണ്ട്. അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയത്തിന് അതീതമായ ഒരുപടി ജനവിഭാഗം കേരളത്തിലുണ്ട്. പക്ഷെ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഒരു ഘട്ടത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തുക. 2 മിനിറ്റ് കൊണ്ട് ഇവിടെ വ്യവസായങ്ങൾ തുടങ്ങാം, ഇവിടെ വലിയൊരു വ്യവസായ അന്തരീക്ഷമുണ്ട്. കേരളത്തിൻ്റെ പിണറായി വിജയനെ അദ്ദേഹം പുകഴ്ത്തിയപ്പോൾ അദ്ദേഹം കേരളത്തിൻ്റെ ജനങ്ങളുടെ ഇടയിൽ ഒന്ന് ചെറുതായി എന്താണ് അത്ഭുതപ്പെട്ടു പോയി. അപ്പോൾ നമ്മൾ ചിന്തിച്ചു, കേരളത്തിലെ ഇടതുപക്ഷത്തിൻ്റെ PR വർക്ക് എല്ലാ സീമകളും ലംഘിച്ചു പോയപ്പോൾ ശശി തരൂരിനെ പോലും തെറ്റിദ്ധരിപ്പിക്കുന്ന സാഹചര്യം വന്നല്ലോ, അദ്ദേഹത്തിനും അത് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ വിവാദം ആ വിഷയം നിൽക്കുമ്പോഴാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ അദ്ദേഹം ഇപ്പോൾ പുകഴ്ത്തിയിരിക്കുന്നത്. നമുക്കറിയാം മണിപ്പൂരിൽ അവിടുത്തെ ജനങ്ങളെ കാണാത്ത, അവിടെ സമാധാനം സ്ഥാപിക്കാൻ കഴിയാത്ത ഒരു പ്രധാനമന്ത്രിയെ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിരവധി തവണ ഇന്ത്യൻ പാർലമെൻറ്റിൽ പ്രതിപക്ഷാംഗങ്ങൾ ചോദിച്ചു, എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മണിപ്പൂരിൽ പോയില്ല? അവിടെ ദുരിതമനുഭവിക്കുന്ന ജനവിഭാഗത്തിൻ്റെ കണ്ണീരൊപ്പിയില്ല, അവർക്ക് സ്വാതന്ത്ര്യമായി അവരെ ചേർത്ത് പിടിച്ചില്ല. ഇന്നുവരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് മറുപടി പറഞ്ഞതായി എനിക്ക് തോന്നുന്നില്ല. ആ പ്രധാനമന്ത്രിയെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമായ തിരുവനന്തപുരത്ത് പ്രദാനം ചെയ്ത് MP പുകഴ്ത്തുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർക്കും അദ്ദേഹത്തെ നെഞ്ചിലേറ്റുന്ന UDF പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നിരാശയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. അദ്ദേഹം ഒഴിവാക്കേണ്ടതായിരുന്നു. ഒരു പോരാട്ടത്തിൻ്റെ തൊട്ടടുത്ത് നിൽക്കുമ്പോൾ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ 2026 പിണറായി വിജയനെ താഴെ ഇറക്കാൻ ഒന്നിച്ചുള്ള ഒരു പോരാട്ടത്തിൽ UDF സജ്ജമായി നിൽക്കുമ്പോൾ UDFിൻ്റെ സമുന്നതനായ നേതാവ് ശശി തരൂർ അത് പറയാൻ പാടില്ലായിരുന്നു എന്നൊരു വികാരം ഞങ്ങൾക്കുണ്ട്. അത് ഇവിടെ പങ്കുവയ്ക്കുന്നു. അല്ല, ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഞാൻ ചോദിച്ചൊരു ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞില്ല. അത് പാടില്ലായിരുന്നു, അത് ശരിയായിരുന്നില്ല, അത് കോൺഗ്രസിൻ്റെ അതിൻ്റെ പാർട്ടിയുടെ ഡിസിപ്ലിന് തന്നെ വിരുദ്ധമായിരുന്നു, ഇതെല്ലാം ശരി. ഇത് ഒരു അൺഇൻറ്റൻഷനലായ, അതായത് പ്രത്യേകിച്ചൊരു ഉദ്ദേശവും ഇല്ലാതെ തരൂർ നടത്തിയ പരാമർശങ്ങളാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അതോ അദ്ദേഹത്തിൻ്റെ അസ്വസ്ഥതയിൽ നിന്നാണോ അദ്ദേഹം ഈ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ടാവുക? അല്ല, അതാണ് നമ്മൾക്ക് മനസ്സിലാകാത്തത്. അദ്ദേഹം ഇപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ BJP-യിലേക്കില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം ഏതായാലും CPM-ലേക്ക് പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ളൊരു സമുന്നതനായ നേതാവ്, വലിയ ഒരു ജനങ്ങളുടെ വലിയ സ്വീകാര്യതയുള്ളൊരു നേതാവ് എന്തുകൊണ്ട് ഈ അപക്വമായ പ്രസ്താവനകൾ നടത്തുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അത് അങ്ങനെയുള്ള പ്രസ്താവനകൾ UDFിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് UDFിന് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDFിലെ മൂന്നാമത്തെ കക്ഷിയായ കേരള കോൺഗ്രസിൻ്റെ പ്രതിനിധിയാണ് ഞാൻ. അപ്പോൾ UDF ഇന്ന് ഒരു നാണയത്തിൻ്റെ 2 വശങ്ങൾ എന്ന് പറഞ്ഞ പോലെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ജനദ്രോഹ നയങ്ങൾ നടക്കുമ്പോൾ, നമ്മൾ യുദ്ധത്തിൽ നിൽക്കുമ്പോൾ ആ യുദ്ധത്തിനൊരു ഉതപ്പുണ്ടാക്കുന്ന പ്രസ്താവന അദ്ദേഹം നടത്താൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ് കേരള കോൺഗ്രസ് പാർട്ടിയുടെ അഭിപ്രായം. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എനിക്കറിഞ്ഞുകൂടാ. പക്ഷെ ഒരു കാര്യം പറയാം, ഇത് ഈ ഘട്ടത്തിൽ അത് ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു എന്ന് കേരള കോൺഗ്രസ് പാർട്ടിക്ക് പറയാൻ കഴിയും. ശ്രീ VV രാജേഷ്, ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് തരൂരിൻ്റെ ധൈര്യം, ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയാൻ തരൂർ പ്രകടിപ്പിച്ച ധൈര്യം പ്രശംസനീയമാണ്, ഇതൊരു തുടക്കം മാത്രമാണ് എന്നാണ്. അതായത് തരൂരിൻ്റെ ഈ ഒരു ഗുഡ് സർട്ടിഫിക്കറ്റ് പിന്നീട് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ്മെൻ്റായി BJP കാണുന്നുണ്ടോ? അല്ല, ഞങ്ങളുടെ നയങ്ങൾക്ക് ഏതൊക്കെ ഭാഗത്തുനിന്ന് പിന്തുണ കിട്ടാമോ അതൊരു
ആ വ്യക്തിയുടെ ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിലാണോ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിനകത്താണോ ഒരു ഗ്രാമത്തിലാണോ എന്നൊന്നും നോക്കില്ല. എവിടെ നിന്നൊക്കെ കിട്ടാൻ സാധിക്കുമോ അതൊക്കെ ഞങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകും. അത് നരേന്ദ്രമോദി ഗവൺമെൻറ് കരുത്താണ്. അപ്പോൾ അത് ഞങ്ങൾ ശേഖരിച്ച് മുന്നോട്ട് പോകും. കെ സുരേന്ദ്രൻജി പറഞ്ഞത് ഇത്രത്തോളം അദ്ദേഹം പ്രതിസന്ധികൾ, അതായത് ആ പാർട്ടി ഒരുപാട് പ്രതിസന്ധി അദ്ദേഹത്തിന് ഉണ്ടാകുമ്പോഴും അദ്ദേഹം അത് ഓപ്പണായിട്ട് പറയുന്നു. ഈ പറയാതിരിക്കാൻ സാധിക്കില്ല. കാരണം ഉള്ളിലുണ്ടാകുന്ന ഒരു വികാരം ഏതൊരു മനുഷ്യനും ഒരു പരിധി കഴിഞ്ഞാൽ അടക്കി വയ്ക്കാൻ സാധിക്കില്ല. ഇപ്പോൾ അത് തരൂരങ്ങ് ഓപ്പണായിട്ട് പറഞ്ഞു. അതിനെയാണ് നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ പ്രകീർത്തിച്ചത്. ഞാൻ അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം ഗോപി. ഒരു മറുപടി ബഹുമാനപ്പെട്ട മുൻ MP സമ്പത്തിനോട് പറഞ്ഞോട്ടെ. അതായത് ഗോപികൃഷ്ണൻ അദ്ദേഹത്തോടൊരു ചോദ്യം ചോദിച്ചു. യുദ്ധം ഉണ്ടാകരുത്, യുദ്ധം ചെയ്യരുത്, ആരും യുദ്ധം ഉണ്ടാകരുത് എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്, അതാണ് CPM-ൻ്റെയും നയം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോഴേക്കും ഗോപി ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ നരേന്ദ്രമോദി ഈ രണ്ട് രാജ്യങ്ങളെയും ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ആ നരേന്ദ്രമോദിയുടെ നയത്തെ CPM അംഗീകരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം അമേരിക്കയിൽ നിന്നും ഈ നുഴഞ്ഞുകയറ്റക്കാരെ കൊണ്ടുവന്നതിലേക്ക് ആണ് പോയത്. മറ്റേതിന് ഡയറക്റ്റ് ക്വസ്റ്റ്യന് മറുപടി തന്നില്ല. ഇപ്പോൾ ഞാനതിന് ഉത്തരം പറയാതിരുന്നു കഴിഞ്ഞാൽ അതിങ്ങനെ അന്തരീക്ഷത്തിൽ കിടക്കും, ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകും. അതായത് ഇന്ത്യയിലെ നിയമങ്ങൾ ലംഘിച്ച് അമേരിക്കയിലെ നിയമങ്ങൾ ലംഘിച്ച് ചിലർ അവിടെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യം ഐഡൻറ്റിഫൈ ചെയ്ത് അവിടുത്തെ നിയമം നടപ്പിലാക്കും. നമുക്കെങ്ങനെയാണ് നടപ്പിലാക്കരുതെന്ന് പറയാൻ സാധിക്കുന്നത്? പണ്ട് ഇത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നില്ല, നുഴഞ്ഞുകയറ്റമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ തീവ്രവാദം വ്യാപകമായപ്പോൾ രാഷ്ട്രങ്ങളെ തകർക്കുന്നു എന്നായപ്പോൾ എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യത്തെ നിയമങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ജോർദാനിലേക്ക് നുഴഞ്ഞു കയറാൻ പോയവരെ വെടിവെച്ച് കൊന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാനിൽ നുഴഞ്ഞു കയറുമ്പോഴേക്കും നമ്മൾ എന്താ ചെയ്യുന്നത്? വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. ഇന്ന് ബംഗ്ലാദേശികളെ നിരവധി പേരെയാണ് നമ്മുടെ രാജ്യത്ത്, നമ്മുടെ സംസ്ഥാനത്തുൾപ്പെടെ കൊലപാതകത്തിനും കഞ്ചാവ് കച്ചവടത്തിനും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. നുഴഞ്ഞുകയറ്റക്കാരെ കൈകാര്യം ചെയ്യാതിരുന്നാൽ രാഷ്ട്രങ്ങൾ തകർന്നു പോകും. അമേരിക്കയുടെ നിയമം നടപ്പിലാക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ നിയമം നടപ്പിലാക്കരുത് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ആ ചാപ്റ്ററോടെ ക്ലോസ് ചെയ്യുകയാണ്. ഇനി ഗോപി, ഇപ്പോൾ തരൂരിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ വന്നാൽ ഇവിടെ നമ്മളൊക്കെ തന്നെ പലപ്പോഴും പറഞ്ഞു. അതായത് ശ്രീ മാധ്യമപ്രവർത്തനം ബഹുമാനപ്പെട്ട ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദേശ നയത്തെ അടൽ ബിഹാരി വാജ്പേയി അംഗീകരിച്ചു എന്ന് പറഞ്ഞു. ഞാൻ അന്തസ്സോടെ അഭിമാനത്തോടെ പറയുന്നു, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വിദേശ നയത്തെ അത് ശരിയായിരുന്നെങ്കിൽ ഒരു ഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി അംഗീകരിച്ചിട്ടുണ്ട്. അതിനെന്തിനാ ഒളിച്ചു വയ്ക്കുന്നത്? ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻജി അദ്ദേഹം കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് വന്നപ്പോഴേക്കും ഞങ്ങൾ കുറേ സമയം ഫ്രീ ആയിരുന്നു. അപ്പോൾ വ്യക്തിപരമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, IK ഗുജറാൾ അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് അന്ന് ജോർജ് കുര്യൻജി യുവമോർച്ച പ്രവർത്തകനായിരുന്നു. അപ്പോൾ കുറേ അമേരിക്കയിലേക്ക് കുറേ യുവജന സംഘടനാ പ്രവർത്തകരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി വന്നപ്പോൾ LK അദ്വാനിജിയെ നേരിട്ട് ജോർജ് കുര്യൻജിയുടെ വീട്ടിലേക്ക് ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് ജോർജ് കുര്യനെ ആ ടീമിലേക്ക് സെലക്ട് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അന്ന് നമ്മുടെ കുറച്ച് ഘടകകക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. ഈ അമേരിക്കയിലേക്ക് അവർ പോകുന്നതിന് 2 ദിവസം മുമ്പ് അദ്വാനിജി തന്നെ ഇവരെല്ലാം ഒരുമിച്ച് വിളിച്ചിരുത്തിയിട്ട് നിങ്ങൾ വിദേശ രാജ്യത്ത് പോയി നമ്മുടെ രാജ്യത്തെക്കുറിച്ചും പ്രധാനമന്ത്രിയെക്കുറിച്ചും എന്തൊക്കെ പറയുമെന്ന് ചോദിച്ചപ്പോൾ പലരും പല അഭിപ്രായമൊക്കെ പറഞ്ഞു. ചില ഘടകകക്ഷികളുടെ യുവജന നേതാക്കന്മാർ പറഞ്ഞു IK ഗുജറാളിൽ അത് സ്റ്റേബിളായിട്ടുള്ള ഗവൺമെൻറ് അല്ല, അദ്ദേഹത്തിൻ്റെ പരിമിതിയുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ അംഗസംഖ്യ കുറവാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ LK അദ്വാനിജി തിരുത്തിയത്, അദ്ദേഹം പറഞ്ഞു ഒരു കാരണവശാലും അത്തരത്തിലുള്ള ചർച്ചകളോ പരാമർശങ്ങളിലോ മറ്റൊരു രാജ്യത്ത് പോയി നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ പ്രതിപക്ഷമാണ്, പക്ഷേ നമ്മൾ US പോകുമ്പോൾ അവിടെ നടക്കുന്ന ചർച്ചകളിൽ അദ്ദേഹത്തിൻ്റെ പല തരത്തിലുള്ള മികവുകളും LK അദ്വാനിജി തന്നെ റിസർച്ച് ചെയ്തെടുത്ത് ഇവരുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തിട്ട് പറഞ്ഞു, ഇതാണ് നിങ്ങൾ പറയേണ്ടത്, ഇതാണ് ഭാരതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ യശസ്സിനെ അന്തസ്സിനെ ആ രാഷ്ട്രങ്ങളുടെ മുന്നിൽ ഉയർത്തിപ്പിടിക്കണമെന്ന് ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻജി ചെറുപ്പമായിരുന്നപ്പോൾ അദ്വാനിജി ഉപദേശിച്ച ഒരു ഉപദേശം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡിപ്ലോമസിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പാർട്ടി പ്രവർത്തകരെ തിരുവനന്തപുരത്തുള്ളവരോട് അദ്ദേഹം പറഞ്ഞു, ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ ആയിരിക്കണ്ടേ, ഇതല്ലേ ഭാരതം, ഇങ്ങനെ ആയിരിക്കണ്ടേ? ഇന്ദിരാഗാന്ധി യുദ്ധം നടന്ന സമയത്ത് ദുർഗ, എല്ലാ കൈകളിൽ ആയുധമേന്തിയ ദുർഗ എന്ന് പറഞ്ഞുകൊണ്ട് അടൽ ബിഹാരി വാജ്പേയി അഭിനന്ദിച്ചിട്ടില്ലേ? ആ രാഷ്ട്രം, ആ പാരമ്പര്യമേറുന്ന രാഷ്ട്രത്തിൽ നിന്നും പ്രതിപക്ഷ പാർട്ടിയുടെ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് വിദേശ രാജ്യങ്ങളിൽ എവിടെ കാലുകുത്തിയാലും കിട്ടുന്ന സമയമൊക്കെ തന്നെ നരേന്ദ്രമോദിക്കെതിരെയും ഭാരതത്തിനെയും കുറ്റപ്പെടുത്താൻ ഭാരതത്തിലൊന്നും നടക്കുന്നില്ല. ഭാരതത്തിൽ നടക്കുന്നത് വിഭജനമാണ്, വിഘടനവാദമാണ് എന്ന് പറയുകയല്ലേ ഈ രാഹുൽ ഗാന്ധി ചെയ്യുന്നത്? ഞാൻ ചോദിക്കട്ടെ ഗോപി, ഇൻ്റർനാഷണൽ എക്സ്പീരിയൻസ് രാഹുൽ ഗാന്ധിക്കാണോ ശശി തരൂരിനാണോ കൂടുതലുള്ളത്? വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിച്ച് പരിചയം, അനുഭവ സമ്പത്ത്, നിരവധി വിദേശ രാജ്യങ്ങളുമായിട്ട് ഡയറക്റ്റ് ബന്ധം, ഒരു ടെലിഫോൺ എടുത്ത് വെച്ച് ഒരു പ്രോട്ടോക്കോളും പാലിക്കാതെ വിളിക്കുവാനുള്ള ബന്ധമുള്ളത് ശശി തരൂരിനല്ലേ?
ആ ശശി തരൂർ ഞാൻ ആശയപരമായിട്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് അദ്ദേഹത്തിനെതിരെയുള്ള മത്സരത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ മത്സരിച്ചപ്പോൾ ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ കൺവീനറായിട്ട് പ്രവർത്തിച്ച് ശശി തരൂരിനെതിരെ ശക്തമായിട്ട് പോരാട്ടം അന്ന് ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇന്റർനാഷണൽ എക്സ്പീരിയൻസ് രാഹുൽ ഗാന്ധിയെക്കാളും 10 മടങ്ങുള്ള ശശി തരൂർ നരേന്ദ്രമോദിയുടെ നിലപാടുകളെ എങ്ങനെ പ്രശംസിക്കാതിരിക്കാൻ പറ്റും? അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഭാരതത്തിൻ്റെ പാരമ്പര്യത്തെ മറന്നുകൊണ്ട് കോൺഗ്രസിൻ്റെ വിദേശ നയത്തെ ഒരു ഘട്ടത്തിൽ അടൽ ബിഹാരി വാജ്പേയി പിന്തുണച്ചത് അതുപോലും മറന്നുകൊണ്ടല്ലേ ഈ രാഹുൽ ഗാന്ധി വ്യക്തിപരമായി അദ്ദേഹത്തിൻ്റെ ഈഗോ തീർക്കാൻ വേണ്ടി, അദ്ദേഹത്തിന് അധികാരത്തിലെത്താൻ കഴിയാത്തതിൻ്റെ വാശിയും ദേഷ്യവും തീർക്കാൻ വേണ്ടി ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തെ കിട്ടുന്ന വേദികളിലൊക്കെ തന്നെ നഖശിഖാന്തരം വിമർശിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ മുഖത്തേച്ച തിരിച്ചടി എന്നല്ലാതെ ബഹുമാനപ്പെട്ട ശ്രീകുമാർ, ഞങ്ങൾ BJP പ്രവർത്തകർ ഇതിന് എന്താ പറയേണ്ടത്? എന്താണ് ഞങ്ങൾ പറയേണ്ടത്? രാഹുൽ ഗാന്ധിയുടെ പാർട്ടിയുടെ ഒരു MP പോലും രാഹുൽ ഗാന്ധിക്ക് ആ പാർട്ടിയുടെ നയം ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നില്ല. ശ്രീ ശശി തരൂരിന് മുകളിൽ ആകാശം താഴെ ഭൂമിയായതുകൊണ്ടാണ് അദ്ദേഹം ഇതൊക്കെ വിളിച്ച് പറയുന്നത്. ഈ അഭിപ്രായം കോഴിക്കോട് MP ഉണ്ടാവാം, ഈ അഭിപ്രായം ഈ രാജ്യത്തെ നിരവധി MP-മാർക്കും MLA-മാർക്കും കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കും ഉണ്ടാകാം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർക്കുണ്ടാകാം. അതുകൊണ്ടല്ലേ സാർ ഞങ്ങൾ ഓരോ സംസ്ഥാനങ്ങൾ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി ഗവൺമെൻറ് ചെയ്തു വരുന്ന കാര്യങ്ങൾ കോൺഗ്രസ് അതിനകത്ത് നിന്നും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സമ്പത്ത് XMPയുടെ പാർട്ടിയുടെ അകത്ത് നിന്നും പിന്തുണ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വിദേശ നയത്തിൽ മാത്രമല്ല, ഇപ്പം തരൂർ വിദേശകാര്യത്തിൽ ഒരു എക്സ്പെർട്ട് ആയതുകൊണ്ട് അത് പറഞ്ഞു. സാമ്പത്തിക നയങ്ങൾ കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ആരോഗ്യ മേഖലയിലുള്ള മറ്റുള്ള ബഹിരാകാശ ഗവേഷണ മേഖലയിൽ ഈ മേഖലയിലൊക്കെ പ്രവർത്തനം. അല്ലെ, താങ്കൾ ഒരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞല്ലോ, ഞാൻ അതിലേക്ക് കൂടി വരാം. ശ്രീകുമാർ സാർ, 2 കാര്യങ്ങളാണ്. ഒന്ന്, രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ ഇതൊരു ആയുധമാക്കി മാറ്റിയത് രാഷ്ട്രീയം കൊണ്ട് മാത്രമല്ല, ഇന്ത്യക്ക് പുറത്ത് ഇന്ത്യയുടെ അന്തസ്സിനെ ബാധിക്കുന്ന തരത്തിൽ, ഇകഴ്ത്തുന്ന തരത്തിൽ രാഹുൽ ഗാന്ധി നടത്തുന്ന പരാമർശങ്ങൾക്ക് ഏറ്റ തിരിച്ചടിയാണ് ഇത് എന്ന നിലയിലാണെന്ന് VV രാജേഷ് പറഞ്ഞു. അതിന് വേണമെങ്കിൽ താങ്കൾക്ക് മറുപടി പറയാം. പക്ഷേ എൻ്റെ ചോദ്യം അതല്ല. ഇത്രയുമായ സ്ഥിതിക്ക് ഇനി ഹൈക്കമാൻഡിന് തരൂരിൻ്റെ വിഷയത്തിൽ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ കഴിയുമോ? ശ്രീ VV രാജേഷ് രാഹുൽ ഗാന്ധി വിദേശത്ത് നടത്തിയ പ്രസംഗത്തെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ രാഹുൽ ഗാന്ധി വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയിട്ട് ലോക്സഭയിൽ അദ്ദേഹത്തിനെതിരെ ഉന്നയിക്കപ്പെട്ട ഈ ആരോപണത്തിന് മറുപടി പറയാൻ അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ കൊടുക്കാതിരുന്ന ഒരു BJP ഗവൺമെൻറ്റിനെയും നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ രാഹുൽ ഗാന്ധി എന്താണ് അവിടെ പറഞ്ഞത് എന്ന് വിശദീകരിക്കാൻ ലോക്സഭയിൽ അവസരം കൊടുക്കാതിരുന്ന ഒരു പാർട്ടിയാണ് BJP എന്നുള്ളത് തൽക്കാലം ഞാൻ അവിടെ പറഞ്ഞു നിർത്തുന്നു. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസ് എന്ത് നടപടിയെടുക്കുമെന്ന് ചോദിച്ചാൽ കോൺഗ്രസിനൊരു നയമുണ്ടല്ലോ ഗോപികൃഷ്ണൻ. നമ്മൾ എന്തുകൊണ്ടാണ് ശശി തരൂരിൻ്റെ അഭിപ്രായത്തെ വിമർശിക്കുന്നത്? അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമെന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തെക്കുറിച്ചുള്ള നല്ല വാക്കുകൾക്കൊക്കെ കോൺഗ്രസ്സുകാർക്ക് നന്ദിയുണ്ട് ശ്രീ രാജേഷിനോട്. കാരണം തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ ജയിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട BJP പ്രവർത്തകർ അവരിന്ന് സുരേന്ദ്രൻ്റെയും കൂടെ പ്രസ്താവന കൂട്ടി വായിക്കുന്നുണ്ട്. ഈ രാജീവ് ചന്ദ്രശേഖർ ഇതിനിടയ്ക്ക് ഒരു അഭിപ്രായം പറഞ്ഞു, കേരളത്തിലെ BJPയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാനും പരിഗണിക്കപ്പെടുന്ന ഒരാളാണെന്ന്. അപ്പോൾ അതുകൊണ്ട് ശശി തരൂരിനെ അതുകൊണ്ട് പുകഴ്ത്തിയതാണോ സുരേന്ദ്രൻ എന്ന് എനിക്കറിയില്ല. എന്തായാലും ശശി തരൂരിനോട് നല്ല വാക്കുകൾക്ക് എന്തായാലും എൻ്റെ സുഹൃത്തിന് ഞാൻ നന്ദി പറയുകയാണ്. ശശി തരൂരിനോട് ആർക്കും ഇവിടെ എതിർപ്പൊന്നുമില്ല. പക്ഷേ അദ്ദേഹം പാർട്ടി പറയുന്നതിന് മുമ്പ് നയപരമായ കാര്യങ്ങൾ പറയരുത്. അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചത്, അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി പറയണം, നരേന്ദ്രമോദി ഈ എടുത്ത നിലപാടുകളോട് നമ്മുടെ നിലപാട് എന്താണ്, നയത്തോട് നമ്മുടെ നിലപാട് എന്താണ് ഒന്നത്. അദ്ദേഹത്തിന് അതിനുള്ള അവസരമുണ്ട്, അതിനുള്ള ഏത് രീതിയിൽ വേണേൽ സംസാരിക്കാം. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ കോൺഗ്രസ് ആണ് പാർലമെൻ്ററി അഫയേഴ്സ് കമ്മിറ്റിയുടെ ചെയർമാനാക്കിയത്. ഈ 2 കാര്യങ്ങൾ അദ്ദേഹം മറന്നുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി ആയതുകൊണ്ട് തീർച്ചയായിട്ടും കോൺഗ്രസ് അദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കുകയൊന്നുമില്ല. കാരണം കോൺഗ്രസ് അങ്ങനെ പെട്ടെന്ന് നടപടിയെടുക്കുന്ന സ്വഭാവമൊന്നുമില്ല. കാരണം ഇത്തരം നേതാക്കളെക്കുറിച്ച്, ഇത്തരം ഔദ്യോഗിക തലത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് വരുന്ന പ്രവർത്തകരെക്കുറിച്ച് കോൺഗ്രസിനൊരു ധാരണയുള്ളത് കൊണ്ട് പെട്ടെന്നൊന്നും നടപടിയെടുക്കില്ല. പക്ഷേ അതിൻ്റേതായ വേദിയിൽ അദ്ദേഹത്തെ വിളിച്ച് ഉപദേശിക്കും. അത് ഒരിക്കലും ഉപദേശം കൊടുത്തിട്ടുണ്ട്. ഉപദേശം കൊടുത്തതല്ല, അദ്ദേഹം അങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് കണ്ടിട്ട് അദ്ദേഹം വിശദീകരണം നൽകിയതാണ്. അതിനുശേഷം അദ്ദേഹം തുടരുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഭാരതീയനായതുകൊണ്ടാണ്, കേരളത്തിൽ വരുമ്പോൾ പറയാം അദ്ദേഹം ഒരു രാഷ്ട്രീയത്തിന് അതീതമായി വികസന കാഴ്ചപ്പാടുള്ളതാണ്. ഇങ്ങനെയൊക്കെ പറയാൻ കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് വളരെ വളരെ ലളിതമാണ് കാര്യം. പരമോന്നത സമിതിയിൽ അംഗമായിരിക്കുന്ന ഒരാൾക്ക് അത് പറയാനൊരു ബുദ്ധിമുട്ടുണ്ടെന്ന് കോൺഗ്രസ് പറയുമ്പോൾ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് മാറിയിട്ട് എൻ്റെ ഒരു അഭിപ്രായം പറയാമെന്ന് പറയണമെന്നാണ് അതുകൊണ്ടാണ് പറഞ്ഞത്.
കോൺഗ്രസിൻ്റെ നടപടി എന്ന് പറയുന്നത് ഒരു കാര്യം പറയുമ്പോഴേക്കും നടപടിയെടുക്കേണ്ട കാര്യമില്ല. ഞാനതാ പറഞ്ഞത്, ശശി തരൂർ പറഞ്ഞ കാര്യം കോൺഗ്രസ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ കോൺഗ്രസ് മുൻപ് പറഞ്ഞ കോൺഗ്രസിൻ്റെ ചേരിചേരാ നയം, ഉക്രൈൻ റഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ നയം, ഇതൊക്കെ ഇപ്പം നരേന്ദ്രമോദിയും പിന്തുടരുന്നു എന്ന് പറയുന്നതിന് പകരം നരേന്ദ്രമോദിയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തെ പുകഴ്ത്തുന്ന രീതിയിൽ പ്രസ്താവന നടത്തിയത് എത്രയായാലും പാർട്ടി പ്രവർത്തകർ ഇഷ്ടപ്പെടുന്ന കാര്യമല്ല. അത് എനിക്ക് തോന്നുന്നത് കോൺഗ്രസ് അദ്ദേഹത്തോട് വിശദീകരണം ചോദിച്ചേക്കും. കാരണം വിശദീകരണം ചോദിക്കുന്ന രണ്ട് കാര്യം കൊണ്ടാണ്. ഒന്ന്, വർക്കിംഗ് കമ്മിറ്റി മെമ്പർ, രണ്ട്, ലോക്സഭയിലെ വിദേശകാര്യ സമിതിയുടെ അധ്യക്ഷൻ എന്ന നിലയ്ക്ക് ഈ രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തെ ചോദിക്കേണ്ടി വരും. പിന്നെ മറ്റു കാര്യം എന്ന് വെച്ചാൽ, സാധാരണ രീതിയിൽ നമ്മൾ ഈ രാഷ്ട്രീയ നേതാക്കളുടെ അഭിപ്രായം പറയുമ്പോൾ സാഹചര്യവും ആലോചിക്കണം. നേരത്തെ ഇവിടെ UDF പ്രതിനിധി പറഞ്ഞതുപോലെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ, ആ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ ശത്രുക്കളാണ് കേരളത്തിൽ BJPയും മറ്റേ LDFും. കേരളത്തിൽ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് ശത്രുവാണ് CPMഉം LDFും. ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ശത്രുക്കളാണ് BJPയും അതുപോലുള്ള മറ്റവരുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രണ്ട് പ്രസ്ഥാനങ്ങളെയും ഒരുപോലെ നിരീക്ഷിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന നയം ശശി തരൂർ തുടരുന്നതിനോട് ആർക്കും താല്പര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അദ്ദേഹത്തിന് മുൻപുണ്ടായിരുന്നൊരു ഗ്രാഫുണ്ട്. ആ ഗ്രാഫ് ഇപ്പോൾ ഉയരുകയാണോ എന്നുള്ള കാര്യം അദ്ദേഹം ചിന്തിക്കേണ്ടതുണ്ട്. ഇത്രയും പ്രസ്താവനകൾ അദ്ദേഹം പല ഘട്ടത്തിൽ ഈ കഴിഞ്ഞ 3-4 മാസമായിട്ട് നടത്തിയിട്ട് ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് അദ്ദേഹത്തെ പിന്തുണയ്ക്കാമെന്നോ? ഗോപികൃഷ്ണൻ ഇല്ലല്ലോ. നേരെ മറിച്ച് അദ്ദേഹം മുൻകാലങ്ങളിൽ അദ്ദേഹം ഒരു മലബാർ പര്യടനം നടത്തിയപ്പം നമ്മുടെ കോഴിക്കോട്ടെ MK രാഘവേട്ടൻ MP അടക്കം അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ചു. ഒരുപാട് നേതാക്കളൊപ്പം ചേർന്ന്. ഇപ്പോൾ അവരാരും ഇല്ലല്ലോ. കാരണം എന്താ? പാർട്ടിയാണ് വലുത്, നയമാണ് വലുത്. ആ പാർട്ടി നയത്തിൽ നിന്നുകൊണ്ട് അഭിപ്രായം പറയാൻ പറ്റില്ലെങ്കിൽ ആ നയരൂപീകരണ സമിതിയിൽ നിന്നെങ്കിലും അദ്ദേഹം മാറി നിൽക്കണം. അത് അദ്ദേഹത്തെ പുറത്താക്കണമെന്നോ അതൊന്നും കൊണ്ടല്ല, സ്വതന്ത്രമായ അഭിപ്രായം പറയാനുള്ള ആ അഭിവാഞ്ഛ ഉണ്ടെങ്കിൽ അത് ശ്രീ സമ്പത്തിനൊക്കെ അറിയാമല്ലോ. കാരണം അവരുടെ പാർട്ടിയിലെ ഒരു നയത്തിനെതിരെ ഒരു അഭിപ്രായം ഒരാൾ പറഞ്ഞാൽ ആ പാർട്ടി നടപടിയെടുക്കും. BJPയിൽ നടപടി എടുക്കുമല്ലോ. അപ്പോൾ ശശി തരൂർ കോൺഗ്രസിൽ നിന്നുകൊണ്ട് അദ്ദേഹം മറ്റുള്ള രാഷ്ട്രീയ ശത്രുക്കൾക്ക് ഇഷ്ടമുള്ള കാര്യം പറയുമ്പോൾ അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കുന്നവർ സ്വന്തം പാർട്ടിയിൽ ഇങ്ങനെ ഒരാൾ അഭിപ്രായം പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്നുകൂടി ചിന്തിക്കുന്നുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, രാഹുൽ ഗാന്ധിയെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ, കോൺഗ്രസിനെ അല്ല ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ഇത് ആയുധമാക്കി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ശ്രീ A. സമ്പത്തിലേക്ക് വരും. ശ്രീ പ്രിൻസ് ലൂക്കോസ്, ഒരു കാര്യം, ഇത് കോൺഗ്രസിന് മാത്രമല്ലല്ലോ വെട്ടിലാക്കുന്നത്, UDFന് ഒന്നാകെയാണല്ലോ. ബാധിക്കാൻ പോകുന്നത് UDFന്റെ വരുംകാല തെരഞ്ഞെടുപ്പ് വിജയ സാധ്യതയും. കോൺഗ്രസിനകത്ത് ശശി തരൂരിനെ നിയന്ത്രിച്ചു നിർത്തണമെന്ന അഭിപ്രായം UDFന്റെ ഘടകകക്ഷിയുടെ പ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്കുണ്ടോ? അല്ല, നമുക്കറിയാലോ, ഒരു മുന്നണിക്ക് ഒരു ചട്ടക്കൂട്ടുണ്ട്, ഒരു പാർട്ടിക്കും ഒരു ചട്ടക്കൂട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകൾ, അതിനെക്കുറിച്ചൊക്കെ അവർ ഇതിനു മുന്നേ കോൺഗ്രസ് അവരുടെ നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ കൂടി UDFലെ കക്ഷികൾക്കും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. കാരണം UDF ഒന്നിച്ച് ഒരു യുദ്ധത്തിലാണ്. ആ യുദ്ധത്തിന് ഒരു മുന്നോട്ട് വലിക്കുന്ന രീതിയിലേക്ക് ഇത് പോകും. ഇത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. അത് കോൺഗ്രസിൻ്റെ നേതൃത്വം അതിലിടപെട്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കുമെന്നാണ് UDFലെ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ശ്രീ A. സമ്പത്ത്, താങ്കൾ നേരത്തെ പറഞ്ഞു ഈ ഒറ്റ ഞാൻ ചോദ്യമായിട്ട് തന്നെ ചോദിക്കാം. അതായത് LDFന്റെ നയങ്ങളെ തീരുമാനിക്കുന്നത് UDF അല്ല, അതേപോലെ തന്നെ ശശി തരൂർ അല്ല എന്ന് താങ്കൾ പറഞ്ഞു. ഇവിടെ തരൂരിനെ കുറിച്ച് CPMന്റെ അഭിപ്രായത്തിന് കൂടുതൽ വിലയുണ്ടാകുന്നത് കേരളത്തെ സാഹചര്യത്തിലല്ല, ദേശീയ തലത്തിൽ BJPക്കെതിരെ, BJPയുടെ വർഗീയ രാഷ്ട്രീയത്തിനെതിരെ, BJPയുടെ സർക്കാരിനെതിരെ ഒറ്റക്കെട്ടായി പോരാടുന്നതിൻ്റെ ഒരു സഖ്യമുണ്ടല്ലോ, ആ സഖ്യത്തിൽ പെടുന്നയാളാണ് ശശി തരൂർ. ആ സഖ്യത്തിൻ്റെ രാഷ്ട്രീയ ദൗത്യത്തെ ദുർബലപ്പെടുത്തുന്നതാണ് തരൂരിൻ്റെ ഇത്തരം പരാമർശങ്ങൾ എന്ന നിലയ്ക്ക് CPMന്റെ അഭിപ്രായം വളരെ വിലപ്പെട്ടതായിരിക്കും. ഗോപികൃഷ്ണന്, ഞാനിപ്പോൾ ഈ ഒരു വർത്തമാനത്തിൽ നമ്മൾ ഈ ചർച്ചയിൽ ഞാനിപ്പോൾ ഡോക്ടർ ശശി തരൂരിനെ വല്ലാതെ അങ്ങ് മഹത്വവൽക്കരിച്ച് ഇനി VK കൃഷ്ണമേനോനേക്കാളും വലിയ വിശ്വപൗരൻ എന്നുള്ള നിലയിലേക്കുള്ള വർത്തമാനത്തിലേക്കൊന്നും പോകാനല്ല. കാരണം അദ്ദേഹം എൻ്റെ മാന്യനായ ഒരു ചങ്ങാതിയാണ്. ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിക്കാറുള്ള മൈ ബിഗ് ബ്രദർ എന്നാണ്. കാരണം ഞങ്ങൾ അടുത്തടുത്ത ലോക്സഭാ മണ്ഡലങ്ങളെ പ്രതിനിധാനം ചെയ്തിരുന്നതുകൊണ്ട്. ഞാൻ ഒരു മിനിറ്റ് ഒന്ന് എടുത്തോട്ടെ. പ്രിയപ്പെട്ട രാജേഷ് പറഞ്ഞൊരു കാര്യത്തെ സംബന്ധിച്ച്, ഇന്ത്യയിലേക്ക് ഇത്തരത്തിൽ US-ൽ നിന്ന് അനധികൃത കുടിയേറ്റക്കാർ എന്ന മുദ്ര അനധികൃത കുടിയേറ്റക്കാർ എന്നാണ്. ആ അനധികൃത കുടിയേറ്റക്കാർ എന്നത് US-നെതിരായി യുദ്ധം ചെയ്തവരല്ല.
ഇൻ്റർനാഷണൽ ട്രീറ്റീസ് പലതും ഉള്ളതിലും അതുപോലെ തന്നെ ഹ്യൂമൻ റൈറ്റ്സ് കൺവെൻഷൻസ് അനുസരിച്ചുമുള്ളത് ഇപ്പം ഞാനത് അധിക സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. കയ്യാമം വെച്ചുകൊണ്ട് കാലിൽ അത്തരത്തിൽ ചങ്ങലക്കിട്ടുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ അത്തരത്തിൽ നാട് കടത്താനായി ഒരു അന്തർദേശീയ നിയമവും അനുശാസിക്കുന്നില്ല, അനുവദിക്കുന്നില്ല. 2, അഭയാർത്ഥികളായി വന്നിട്ടുള്ളവരെ സംബന്ധിച്ചാണ് എങ്കിൽ മറ്റൊരു രീതിയിലാണ്. സാധാരണ പൗരന്മാർക്കുള്ള അവകാശമൊന്നുമില്ല. ഇവിടെ നിരവധി ആളുകൾ കബളിപ്പിക്കപ്പെട്ടു. അതിൽ നല്ലൊരു പങ്ക് ആളുകൾ ഇന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ മോദിയുടെ സ്വന്തം നാട്ടുകാരാണ്, ഗുജറാത്തുകാരാണ്. പിന്നെ കബളിപ്പിക്കപ്പെട്ട നല്ലൊരു കൂട്ടരെന്ന് പറയുന്നത് പഞ്ചാബികളാണ്. പിന്നെ നല്ലൊരു കൂട്ടരെന്ന് പറയുന്നത് മഹാരാഷ്ട്രയിൽ നിന്നും പോയവരാണ്. തെക്കേ ഇന്ത്യക്കാർ വളരെ വിരളമാണ്. അവർ ഇന്ത്യക്കാരാണെന്നുള്ളതിനെ പറ്റി നമ്മൾ പറയണം. ഇവിടെ ഇത്തരത്തിൽ ഇവരെ കയ്യാമം, ഇതൊക്കെ ശുദ്ധ അഹങ്കാരവും ഒക്കെയാണ് US കാട്ടിയിട്ടുള്ളത്. ഞാൻ ഒരു മിനിറ്റിനിടയിൽ ഇത് ഒരു അന്തർദേശീയ കുറ്റവാളിയുടെ ചിത്രമാണ്. പീറ്റർ ബ്ലീച്ച് എന്നാണ് പേര്. ആരാണ് പീറ്റർ ബ്ലീച്ച് എന്നറിയോ ഗോപീഷനൊക്കെ ഈ ജേർണലിസം പഠിക്കുന്ന കാലത്ത് തുടങ്ങിയത് 1995 ഡിസംബർ മാസത്തിൽ പശ്ചിമ ബംഗാളിലെ പുർലിയയിൽ ആയുധങ്ങൾ കൊണ്ടുവന്ന ഒരു ആന്റണോ എന്ന വിമാനത്തിൽ 7 ലിത്വാനിയൻ പൗരന്മാരുൾപ്പെടെ ഉണ്ടായിരുന്നവർ അത്തരത്തിൽ വന്നത്. ആ വിമാനത്തിൽ ആയുധങ്ങൾ ഇന്ത്യയിൽ ആഭ്യന്തര കലാപത്തിന് വേണ്ടി കൊണ്ടിറക്കിയത്. ആ വിമാനത്തിനെ ഇന്ത്യൻ വ്യോമസേന പിന്തുടർന്നതിനെ തുടർന്ന് ബോംബെയിലേക്ക് കൊണ്ടുവന്ന് ബോംബെ വിമാനത്താവളത്തിൽ ഇറക്കി. ഇവരെ എല്ലാം തുറന്നു വിട്ടത് കയ്യാമം വെച്ചിട്ടാണോ വെച്ചത്? അല്ലല്ലോ. ഇത് വാറൻ ആൻഡേഴ്സന്റെ പടമാണ്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിക്ക് കാരണക്കാരനായിട്ടുള്ള നമ്മുടെ യൂണിയൻ കാർബൈഡ് കമ്പനിയുടേതായിട്ടുള്ള ചെയർമാൻ ഇന്ത്യയിലെ. ഇവരെല്ലാം കോടതി ശിക്ഷിച്ചതാണ്. ഈ കോടതി ശിക്ഷിച്ച ആളുകളെ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് അയച്ചത് രാഷ്ട്രപതിയുടെ പ്രത്യേക ഉത്തരവിനെ തുടർന്നാണ്. ബ്ലീച്ചിനെ അടക്കം വിട്ടത് കയ്യാമം വെച്ചാണോ? കാലിൽ ചങ്ങലക്കെട്ടിട്ടാണോ? അപ്പൊ ഇന്ത്യക്കാരോട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ അധികാരത്തിലുള്ള രാഷ്ട്രീയ കക്ഷി തന്നെ 2 പറയുകയാണ്. അല്ല ഗോപീഷൻ, എല്ലാ രാജ്യത്തിനും ബഹുമാനപ്പെട്ട മുൻ MP എല്ലാ രാജ്യത്തിനും അവരവരുടേതായ പരമാധികാരം സംരക്ഷിക്കുവാനുള്ള അവകാശമുണ്ട്, അധികാരമുണ്ട്. മാറുന്ന കാലഘട്ടം, ഇതൊക്കെ ലിബറലായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ രാജ്യത്ത് കയറിയിട്ട് നമുക്ക് ഇടപെടാനായിട്ട് നമുക്ക് പരിമിതിയുണ്ട് നമ്മുടേതായ. അതിനെ ആ രീതിയിൽ കാണണം. അതിനെ വൈകാരികമായിട്ട് ഇപ്പം നരേന്ദ്രമോദി രാജ്യം ഭരിക്കുന്നു, നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്നു എന്ന് കരുതിയിട്ട് വൈകാരികമായി കാര്യങ്ങളെ കാണരുത്. അല്ലല്ല, അത്ര ലാഘവബുദ്ധിയോടെ കാണരുത്. ഏതായാലും തരൂർ നമ്മളെ വീണ്ടും മറ്റു വിഷയങ്ങളിലേക്ക് കൊണ്ടുപോയി. തരൂർ നടത്തിയ പരാമർശങ്ങളിൽ എന്ത് നടപടി കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് സ്വീകരിക്കും എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം അത് കോൺഗ്രസിന്റെ വിവിധ ഘടകങ്ങളിലേക്ക് ഒരു സന്ദേശമായി എത്തേണ്ടത് അനിവാര്യമായി മാറിയിരിക്കുന്നു. തരൂർ നടത്തിയ പരാമർശങ്ങൾ, ആ മോദി സ്തുതി, അത് എന്തിന്റെ പേരിലാണെങ്കിലും അത് കോൺഗ്രസിന്റെ ആർജവത്തെയും ഓജസ്സിനെയും ഇല്ലാതാക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനെതിരെ എങ്ങനെ തരൂരിനെ നിയന്ത്രിച്ചു നിർത്താം എന്നതിലേക്കായിരിക്കാം ഹൈക്കമാൻഡിന്റെ ആലോചന ഇനി കടന്നു പോകുന്നത്. നമുക്ക് കാത്തിരിക്കാം. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. എൻകൗണ്ടർ പ്രൈം ഇന്നിവിടെ പൂർത്തിയാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. ഗുഡ് നൈറ്റ്.